സാർ ഒരു കാര്യം കൂടെ എടുത്ത് പറയണം. എനിക്ക് അന്ന് അറിയില്ലെങ്കിലും പിന്നീട് മനസ്സിലായ ഒരു കാര്യമാണ്, ഇവിടുത്തെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രക്ചേർഡാണ്. മെയിൻസിലേക്ക് വരുമ്പോൾ ഇതാണ് ശരിക്കും ഗെയിം ചേഞ്ചർ. ചില മനുഷ്യർ സംസാരത്തിലൂടെ ചിലരെ പറഞ്ഞു വീഴ്ത്താറുണ്ടല്ലോ, അതുപോലെ എഴുതി വീഴ്ത്തുക എന്നുള്ളൊരു കഴിവാണ് ആൻസർ റൈറ്റിംഗ്. ഒരുപക്ഷെ തിരുവനന്തപുരത്ത് തന്നെ ഒരു വിദ്യാർത്ഥിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ എക്സ്പോഷർ കിട്ടിയ ഒരാളാണ്. അപ്പോൾ എന്നോട് ഒരാൾ ഇങ്ങനെ ചോദിക്കുകയാണ് എവിടെയാണ് പഠിച്ചത് എന്ന്. ഇതിനോടൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻ വന്നു. അപ്പോൾ എനിക്കൊരു ഒറ്റ ആൻസർ പറയാൻ പറ്റില്ല. പക്ഷെ മെന്റർഷിപ്പ് എന്നുള്ളൊരു ആംഗിൾ വരുമ്പോൾ അത് ഇവിടെ മാത്രമേ എനിക്ക് 90% ഇവിടെ തന്നെയാണ്. ഹലോ ആൻഡ് വെൽക്കം ടു iLearn IAS. ഇന്ന് നമ്മുടെ കൂടെയുള്ള 2025 കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എക്സാമിൽ ഫസ്റ്റ് റാങ്ക് നേടിയ ദേവനാരായണനാണ്. ദേവനാരായണൻ iLearnൻ്റെ ഒരു പ്രിയ സ്റ്റുഡൻ്റാണ്. ദേവനാരായണൻ്റെ വിജയത്തിന് പിന്നിലുള്ളതും വിജയത്തിന് ശേഷമുള്ള വിശേഷങ്ങളും നമുക്കിന്ന് ദേവനാരായണനോട് തന്നെ ചോദിച്ചറിയാം. സോ ദേവനാരായൺ, സന്തോഷത്തിൻ്റെ ഒരു നെറുകയിലായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. എങ്ങനെയുണ്ട്? വാട്ട് യു ഫീൽ നൗ? അപ്പോൾ റിസൾട്ട് വന്നത് 30-ാം തീയതിയാണ്. ഏകദേശം ഒരു 3-4 ദിവസം കഴിഞ്ഞു. ഇപ്പോഴും ഓൾമോസ്റ്റ് ആ ഒരു എക്സൈറ്റ്മെന്റ് തന്നെയാണ്. അതിൽ കാര്യമായ മാറ്റമൊന്നുമില്ല. സ്വീകരണങ്ങൾക്കൊക്കെ ഒരു അറുതിയായോ അതോ ഇപ്പോഴും നടക്കുന്നുണ്ടോ? ആക്ച്വലി ഇപ്പോഴും തുടരുന്നുണ്ട്. പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെ ഒരു സ്വീകരണം ഉണ്ടാവുന്നത്. ഇപ്പോ ഒരുപാട് ഉണ്ട്, ഇനിയും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കും. അപ്പം ഈ ഒരു കോണ്ടെക്സ്റ്റിൽ എനിക്ക് ചോദിക്കാനുള്ളത്, ഇതിപ്പം ജയിച്ചതിന് ശേഷമുള്ളതാണ്. ഇത് ജയിച്ചതിന് ശേഷമുള്ള കഥകൾ എല്ലാവരും കണ്ടു, എല്ലാം ഇറ്റ്സ് ഔട്ട് ദെയർ ഇൻ ദ പബ്ലിക്. എല്ലാവർക്കും അറിയാം ദേവനാരായണൻ എവിടെയൊക്കെ പഠിച്ചു, എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഇപ്പോൾ അറിയാമായിരിക്കും. പക്ഷേ ഇതിന് മുമ്പുള്ളൊരു സമയമുണ്ട് അല്ലേ, പ്രിപ്പറേഷൻ സ്റ്റേജ്. അപ്പം ആ സ്റ്റേജിൽ ആസ്പിറൻസ് ചില ചോയ്സസ് എടുക്കും. നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ കുറച്ച് ചോയ്സസ് എടുക്കും. ആസ്പിറൻസ് ഭയങ്കര കാൽക്കുലേറ്റഡ് ആയിട്ടും ഭയങ്കര റാഷണലായിട്ടും കുറച്ച് ചോയ്സസ് എടുക്കും. ആ ചോയ്സസ് ശരിയാവുമ്പോഴാണ് ഇത് വിജയിച്ച് കൺവേർഷൻ നടക്കുന്നത്. അപ്പോൾ യു ഹാവ് ഓൾസോ മെയ്ഡ് എ സെറ്റ് ഓഫ് ചോയ്സസ്. അപ്പോൾ ദേവനാരായണൻ്റെ ആ ഒരു ജേർണി ഒന്ന് പറയുമോ? എങ്ങനെയാണ് ഇപ്പം iLearnുമായിട്ടുള്ള അസോസിയേഷൻ പറയാം, അല്ലെങ്കിൽ ഒരു UPSC പ്രിപ്പറേഷനോട്ട് കടന്നു വരുന്നത്, ഇൻസ്റ്റിറ്റ്യൂഷനെ ചൂസ് ചെയ്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ അത് ആ സമയത്തൊക്കെ ദേവനാരായണൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു തിങ്കിങ് എന്താണ്? അപ്പം വാട്ട് വെർ ദ ചോയ്സസ് that helped you reach the present stage and how did you make that choices? സാർ, ഞാൻ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് PSC ആണ് തുടങ്ങുന്നത്. അപ്പോൾ ഒരു വർഷം PSC പഠിച്ചു. അപ്പോൾ PSC പഠിച്ചതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് UPSC പഠിക്കണം എന്നുള്ളത് തന്നെയാണ്. അതായത് UPSCയിലേക്ക് ഡയറക്റ്റ് തുടങ്ങാൻ ഉള്ളൊരു എന്താ പറയുക, അതിനുള്ളൊരു അറിവുമില്ല, അതിനുള്ള ഫുൾ ബാക്കപ്പ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് PSC എഴുതി ഒരു ജോലി വാങ്ങിയതിന് ശേഷം സ്വസ്ഥമായിട്ട് പഠിക്കാമല്ലോ എന്നുള്ളൊരു ധാരണയാണ്. അപ്പോൾ അങ്ങനെ ഒരു വർഷം പോയി. അപ്പോൾ ഈ ഒരു വർഷത്തെ PSC പഠിച്ച അറിവെന്ന് പറഞ്ഞാൽ നല്ലൊരു ഫൗണ്ടേഷൻ കിട്ടി. ഇതിൻ്റെ മറ്റൊരു റീസൺ, ഒരുപാട് കാശ് മുടക്കി സിവിൽ സർവീസ് പഠിക്കാനുള്ളൊരു സാഹചര്യം അപ്പോൾ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ കണ്ടെത്തിയൊരു വഴി എന്ന് പറയുന്നത്, എവിടെയൊക്കെ സ്കോളർഷിപ്പ് എക്സാംസ് ഉണ്ടോ അതൊക്കെ പോയി എഴുതുക. ഒരു അക്കാഡമി എന്നല്ലേ, എത്രയൊക്കെ അക്കാഡമി നടത്തും, ഇനി ഒന്ന് കിട്ടിയാലും ഞാൻ പോയി എഴുതും. അങ്ങനെ ഞാനൊരു 5ഓളം സ്ഥലങ്ങളിൽ, അല്ല അതിൽ കൂടുതൽ പോയി എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ PSC പഠിച്ച ബാക്ക്ഗ്രൗണ്ടാണ് ഈ അക്കാഡമികളുടെയൊക്കെ സ്കോളർഷിപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഉദാഹരണത്തിന് ചമ്പാരൻ സത്യാഗ്രഹം ഏത് വർഷം, ഇങ്ങനെയൊക്കെ ആയിരിക്കും സ്കോളർഷിപ്പ് എക്സാംസിന് വരും. അപ്പോൾ PSC ഡിഗ്രി ലെവൽ മെയിൻസ് പഠിച്ച ഒരു ആസ്പിറൻ്റ് എന്ന നിലയ്ക്ക് അത് നമുക്ക് വളരെ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റും. എന്നാൽ സിമ്പിൾ അല്ലാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പോൾ ഏൻഷ്യൻ്റ് ഹിസ്റ്ററി PSCയിൽ പഠിക്കുന്നില്ല. അപ്പോൾ ഞാൻ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എല്ലാ അക്കാഡമിയിലുണ്ട്, നമുക്ക് iLearn ഫോക്കസ് ചെയ്ത് പറയുകയാണ്. iLearnൻ്റെ സ്കോളർഷിപ്പ് എക്സാമിൻ്റെ ഒരു വരവും കാത്ത് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. ജോർജ് കുട്ടിയൊക്കെ ഇരിക്കുന്ന പോലെ, ദൃശ്യത്തിലെ പോലെ ഞാനിങ്ങനെ കണ്ടിന്യൂസ്ലി ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ നല്ലോണം നിങ്ങളുടെ സ്റ്റോറീസ് എല്ലാം കാണും എന്നാണ് വരുന്നത്. അങ്ങനെ എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഫെബ്രുവരി മാസമാണ് ഇങ്ങനെ വരുന്നത് എന്നുള്ളത് ഞാൻ അറിഞ്ഞു. എനിക്ക് ഫെബ്രുവരി ആണെന്ന് വ്യക്തമല്ല. അപ്പോൾ NCERT ഞാൻ വായിച്ചു തുടങ്ങി. NCERT +1 ആണോ +2 ആണോ എന്തോ തീംസ് എന്ന് പറഞ്ഞാണല്ലോ ഹിസ്റ്ററി കിടക്കുന്നത്, അത് വായിക്കുന്നു. അപ്പോൾ നമ്മുടെ സൂഫി, പിന്നെ ഭക്തി, ഇതൊന്നും PSCക്ക് ഇല്ല. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചു. മാത്രമല്ല iLearnൽ പ്രിലിംസ് കൂടാതെ ഒരു ആൻസർ റൈറ്റിംഗ് അതും കൂടി ഉണ്ട് സ്കോളർഷിപ്പിന്. ഇതാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ആൻസർ റൈറ്റിംഗ് യൂട്യൂബിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള വീഡിയോസിൽ നിന്ന് എങ്ങനെ ഇംപ്രസ് ചെയ്യിക്കാം എന്നുള്ളത് പഠിച്ചു. ഇവിടുത്തെ സ്കോളർഷിപ്പ് എക്സാം എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദി ടഫസ്റ്റ് സ്കോളർഷിപ്പ് എക്സാംസ് എന്ന് എനിക്ക് പറയാൻ പറ്റും ഞാൻ എഴുതിയതിൽ. കാരണം ഇവിടെ മാത്രമാണ് മെയിൻസ് ഉണ്ടായിരുന്നത് ആദ്യം. പിന്നീട് ഞാൻ എഴുതിയ അക്കാഡമീസിൽ മെയിൻസ് വന്നിരുന്നു. പക്ഷേ ആദ്യമായിട്ട് ഞാൻ മെയിൻസ് ഇതിലെഴുതുന്നത് ഇവിടെ. അരമണിക്കൂറിൽ നമുക്ക് 4 മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻ എഴുതണം. അരമണിക്കൂറിൽ 4 എന്നാണ് എൻ്റെ ഓർമ്മ. അത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. അതും ആദ്യമായിട്ട് എഴുതുകയാണ് ഒരു എക്സാം. അപ്പോൾ ആ ഒരു ഇതിലാണ് ഡയഗ്രാം
ഡയഗ്രാംസ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഞാൻ പഠിക്കുന്നത്. ഇവിടെ ഇന്ത്യൻ ഓഷൻ റീജിയൻ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും നമ്മുടെ കയ്യിൽ വേൾഡ് മാപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ആഫ്രിക്ക, ഇന്ത്യ, ഓസ്ട്രേലിയ ആ ഒരു ഇത് വരയ്ക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ വരച്ചു. ഇവിടുത്തെ മെയിൻസ് പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ NCERT ബേസ്ഡ് ആയിരുന്നു, കൂടുതലും ഹിസ്റ്ററി ആയിരുന്നു. അപ്പോൾ എൻ്റെ ലക്കാണ്, ഞാൻ ഹിസ്റ്ററി NCERT അത്യാവശ്യം വായിച്ച് തുടങ്ങിയ ഒരു സമയം കൂടെ ആയിരുന്നു. എഴുതി. അങ്ങനെ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവിടുന്ന് കോൾ വരുന്നു, സ്കോളർഷിപ്പിന് ഫസ്റ്റ് ഉണ്ട്, അപ്പോൾ 100% ആണ്, പൈസയൊന്നും ആവില്ല. യെസ്. അപ്പോൾ എൻ്റെ ആ ഒരു കറക്റ്റ് ട്രാക്കിലേക്ക് മാറാൻ തുടങ്ങി. പിന്നീട് ഇതുപോലെ പല അക്കാഡമീസിൽ നിന്ന് സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ട്. പക്ഷേ iLearn പോലെ ഒരു വലിയൊരു അക്കാഡമിയിൽ പഠിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായി. അത്യാവശ്യം റിസൾട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു അക്കാഡമി, അത്യാവശ്യം നമ്മൾ ടെലഗ്രാമിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുന്ന ചില മുഖങ്ങളുണ്ട്. അപ്പോൾ അവരുടെ ക്ലാസ് എടുക്കണം, ഇവിടുത്തെ പല കോഴ്സസിൻ്റെ ഭാഗമാവണം, ഇങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ iLearnലെ ക്ലാസ്സിലേക്ക് വരികയായിരുന്നു. പക്ഷേ ഓൺലൈനായിരുന്നു. എനിക്ക് ഓഫ്ലൈനായിട്ട് ഇവിടെ വീട്ടിൽ നിൽക്കുന്നതായിരുന്നു കുറച്ചൊരു കംഫർട്ട്. അങ്ങനെ വീട്ടിലിരുന്നു ഇവിടുത്തെ ഓരോ ക്ലാസ്സുകളും ഷിനാസ് സാറിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വെച്ചിട്ടാണ് അന്നത്തെ ക്ലാസ് തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ പിന്നെ അത് ഫോളോ ചെയ്യുകയായിരുന്നു ചെയ്തിരുന്നത്. ഓക്കെ. അപ്പോൾ ഈ iLearnന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞു, iLearnന്റെ സ്കോളർഷിപ്പിന് ഒരു വെയിറ്റ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെന്തായാലും ഇപ്പം ബ്രോഡ്ലി ഒന്ന് പറഞ്ഞു, പക്ഷേ നമ്മൾ ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് ഇത് ഫുൾ കോൺടെക്സ്റ്റ് ഉണ്ടാവണമെന്നില്ല, ഒരു UPSC ഫുൾ എക്സ്പീരിയൻസ് ഉണ്ടാവണമെന്നില്ല, തുടക്കക്കാരായിരിക്കും. അപ്പോൾ അവരുടെയും കൂടി ഒരു അറിവിലേക്ക് ചോദിക്കുകയാണ്, എന്തൊക്കെ ഒരു ക്രൈറ്റീരിയ ആയിരുന്നു ദേവനാരായണൻ്റെ മനസ്സിലുണ്ടായിരുന്നു? ഓക്കെ, ഇന്ന ക്രൈറ്റീരിയകൾ കൊണ്ട് iLearn ചിലപ്പോൾ എനിക്ക് നല്ലതായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് യൂസ്ഫുൾ ആയിരിക്കും, അതുകൊണ്ട് iLearnന്റെ സ്കോളർഷിപ്പ് എങ്ങനെയായാലും ക്രാക്ക് ചെയ്യണം. അപ്പം ഈ ഒരു പോയിന്റിൽ എനിക്ക് പറയാനുള്ളത് ഭയങ്കര സ്മാർട്ടായിട്ടുള്ള സ്ട്രാറ്റജിയാണ്. കാരണം നമ്മളാരും ഇങ്ങനെ നമ്മളൊരു പൈസയുടെ കൺസ്ട്രെയിൻ, ഇപ്പം ഞാനൊക്കെ UPSC പഠിക്കാൻ ഡൽഹി പോകണ്ട എന്നാലോചിച്ച ഒരു റീസൺ പൈസയുടെ ഒരു കൺസ്ട്രെയിൻ ആണ്. പക്ഷെ അന്ന് ഈ സ്കോളർഷിപ്പ് ഒന്നും ഇത്ര പ്രിവലന്റും അല്ലാന്ന് തോന്നുന്നു. ബട്ട് അതിനൊരു അപ്രീസിയേഷൻ ഉണ്ട്. ബട്ട് എന്തായിരുന്നു ദേവനാരായണന്റെ ഒരു തിങ്കിങ്, എന്തുകൊണ്ട് iLearnൽ കയറി പറ്റണം? സർ, ആ ഒരു സമയത്ത് iLearnum ഇൻസ്റ്റഗ്രാമിലൊക്കെ അത്യാവശ്യം ആക്റ്റീവ് ആവുന്ന ഒരു ടൈമാണ്. അപ്പോൾ എനിക്കും സ്വാഭാവികമായിട്ടും iLearnന്റെ നോട്ടിഫിക്കേഷൻസും അതുപോലെ നമ്മൾ റീൽസ് എടുക്കുമ്പോൾ വരുന്ന ഇതാണ്. അപ്പോൾ എനിക്ക് വ്യത്യാസം മനസ്സിലായി. ആ വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടുത്തെ ഞാൻ ഓൺലൈനാണ് എപ്പോഴും പ്രിഫർ ചെയ്യുക ക്ലാസ്. കാരണം ഓഫ്ലൈൻ വന്നാൽ ഞാൻ ഉറങ്ങിപ്പോയി, എനിക്ക് നേരിട്ടൊരു ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റില്ല. ഓൺലൈനാണെങ്കിൽ എത്ര നേരം വരെ ഇരിക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് ആവശ്യം എന്ന് പറയുന്നത് ഓഡിയോ ക്വാളിറ്റി, അതെനിക്ക് മസ്റ്റാണ്. കാരണം ഒരുപാട് നേരം വീട്ടിലിരുന്ന് കേൾക്കാനുള്ളതാണ്. 2 വിഷ്വൽ ക്വാളിറ്റി. ഇപ്പോൾ ചില അക്കാഡമീസിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അധ്യാപകൻ ക്ലാസ് എടുക്കുന്നത്, അല്ലെങ്കിൽ ഫാക്കൽറ്റി ക്ലാസ് എടുക്കുന്നത് ചെറുതായിട്ടൊരു കോർണറിലായിരിക്കും ആ ഒരു വിഷ്വൽസ് വരുന്നത്, നമ്മൾ ഗൂഗിൾ മീറ്റിലൊക്കെ ചെയ്ത് അതുപോലെ. പക്ഷേ iLearnൽ അങ്ങനെയല്ല, നമ്മൾ എങ്ങനെയാണോ ക്ലാസ്സിലിരിക്കുമ്പോൾ കാണുന്നത് അതുപോലെ. ഇപ്പോൾ ഷിനാസ് സാറ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതും നിഖിൽ സാറ് വരുന്നതും ഇതൊക്കെ നമുക്ക് ലൈവാണ് അവിടെ. മാത്രമല്ല ഒരു എന്താ പറയുക, കട്ട് വരുന്നില്ല അതിൽ. ഫുൾ നമുക്ക് ക്ലാസ്സിൽ നടക്കുന്ന കാര്യം കിട്ടും. ക്ലാസ്സിൽ കുട്ടികൾ വരുന്നതായിക്കോട്ടെ, ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഇവർ പോഡിയത്തിലേക്ക് വരുന്നതായിക്കോട്ടെ, ഇതെല്ലാം കാണുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഒരു കാര്യം ഉറപ്പായിരുന്നു, എനിക്ക് നല്ലൊരു വിഷ്വൽ ക്വാളിറ്റി കിട്ടുന്ന ഒരു ഇത് തന്നെ എടുക്കണം. അതായിരുന്നു ഒന്നാമത്തെ റീസൺ. സോ അനുഗ്രഹം എന്ന് പറയട്ടെ, അങ്ങനെ സംഭവിച്ചു. രണ്ടാമത്തത് ക്വാളിറ്റി. എപ്പോഴും ഒരു അക്കാഡമിക്ക് ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ച് സിവിൽ സർവീസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫാക്കൽറ്റി എന്നതിനപ്പുറത്തേക്ക് മെൻറ്റേഴ്സ്, ഇനി മെൻറ്റേഴ്സിനും അപ്പുറത്തേക്ക് സ്റ്റാഫ്. ഈ സ്റ്റാഫ് എന്നുള്ളത് വളരെ ക്രൂഷ്യലാണ്. അതായത് നമുക്കിപ്പോൾ എന്താ പറയുക, ഒരു ആൻസർ ബുക്ക്ലെറ്റ് വേണം, അല്ലെങ്കിൽ ഒരു ഈ പറയുന്ന എന്താ പറയുക മോക്ക് നടത്തുമ്പോൾ അതിൻ്റെ പേപ്പർ കിട്ടണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഫാക്കൽറ്റീസിനെ നമുക്ക് ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ മെൻറ്ററിന് ഒരുപാട് മെൻറ്റീസ് ഉണ്ടാവും, അപ്പോൾ അവരെ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല. ഇവിടെയാണ് സ്റ്റാഫിൻ്റെ റോൾ വരുന്നത്. iLearnൽ അതുണ്ടായിരുന്നു. നമുക്ക് എപ്പോൾ വന്നാലും ഇവിടെ റിപ്പോ അങ്ങനെ അവൈലബിൾ ആണ്, എല്ലാ കാര്യത്തിനും ഇവിടെ ഉണ്ട്. പിന്നെ ലൈബ്രറി ഉണ്ടാവും. അതൊക്കെ ഓഫ്ലൈൻ കുട്ടിയൊക്കെ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഞാൻ ഓൺലൈനാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചേർന്ന് വരുന്നു. മാത്രം പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ മെയിൻസിൻ്റെ ടെസ്റ്റ് സീരീസ് എഴുതാൻ വരുന്ന സമയത്താണ് അത് കുറച്ചും കൂടി എഫക്റ്റീവ് ആയത്. കംപ്ലീറ്റ് നമുക്കിവിടെ എപ്പോൾ വേണോ കയറിയിരുന്ന ആൻസർ എഴുതാൻ പറ്റുന്ന ഒരു അവസരമായിരുന്നു. ദേവനാരായണൻ ഇവിടെ വന്ന് എഴുതുമായിരുന്നോ അതോ? ഞാനത് പ്രിലിംസിൻ്റെ ടൈമിൽ ഇവിടെ ലാസ്റ്റ് ഒരു 6-7 എക്സാംസ് എഴുതാൻ വന്നിരുന്നു. കാരണം UPSC പ്രിലിംസ് ആണ്, റിസ്ക് എടുക്കാൻ പറ്റില്ല. ഒരു എക്സാം ഹോൾ അറ്റ്മോസ്ഫിയർ റീക്രിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ. മെയിൻസിന് ഞാൻ ഇവിടെ തന്നെയായിരുന്നു. ഞാൻ 3 മാസം ഇവിടെ തന്നെയായിരുന്നു. iLearnന്റെ അപ്പുറത്ത് വെറൈറ്റി മാർബിൾസിൻ്റെ ഓപ്പോസിറ്റാണ് താമസിച്ചിരുന്നത്, തൊട്ടടുത്തായിരുന്നു. അപ്പോൾ എല്ലാ കാര്യത്തിനും ഓഡിങ് വരാം, നിഖിൽ സാറിനെ കാണണം, മറ്റ് ഫാക്കൽറ്റീസിനെ കാണണം. ഇവിടുത്തെ പല സമയങ്ങളിലായിരിക്കും ഞാൻ ചിലപ്പോൾ ആൻസർ എഴുതി കൊടുക്കുന്നത്, അതുകൊണ്ട് ഇവിടെ ഏൽപ്പിക്കണം. അങ്ങനെ ഇവിടെ തന്നെയായിരുന്നു. അപ്പം എല്ലാ അർത്ഥത്തിലും ചോയ്സിലെ ഒരു മിസ്റ്റേക്കും വന്നിട്ടില്ല. സാർ, ഒരു കാര്യം കൂടി എടുത്ത് പറയണം. എനിക്ക് അന്ന് അറിയില്ലെങ്കിലും പിന്നീട് മനസ്സിലായ ഒരു കാര്യമാണ്, ഇവിടുത്തെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രക്ചേർഡാണ്. ഞാനത് വളരെ അത്ഭുതത്തോടുകൂടി കണ്ടത്. ഫസ്റ്റ് ദിവസം ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഉണ്ട് ഷിനാസ് സാറിൻ്റെ. അത് കഴിഞ്ഞിട്ട് 1-2 ദിവസം കഴിഞ്ഞപ്പോൾ വരുന്ന ഒരു 2 മാസത്തേക്കുള്ള ഷെഡ്യൂൾ ഓൾറെഡി ഇട്ട് കഴിഞ്ഞു. ഇത്രാം തീയതി ഇത്ര മണി മുതൽ ഇത്ര മണി വരെ ഇന്ന ഫാക്കൽറ്റിയാണ്, അതുപോലെ തന്നെ അടുത്ത ആഴ്ച ഇന്ന ദിവസം ഈ എക്സാമാണ്. അത്
ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. ഒരു സ്ഥലത്തും ഞാൻ അത്രയും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് കണ്ടില്ല. ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ വീട്ടിലിരുന്ന് പഠിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്കൊരു മുൻകൂട്ടി കാണണം. ഇവിടെ ആണെങ്കിൽ നമുക്ക് ഫാക്കൽറ്റീസിൻ്റെ അടുത്ത് ചോദിക്കാനൊക്കെ അവസരമുണ്ട്. എല്ലാം സെറ്റായി, ഇനി പഠിച്ചാൽ മതി എന്നൊരു അവസ്ഥ എത്തി. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടും iLearn വളരെ എഫക്റ്റീവായിരുന്നു. ഓക്കെ, നമുക്ക് ഈ ഓരോ ഇതിലോട്ട് വരാം. നമുക്ക് പ്രിലിംസിന്റെ ഒരു ജേർണി ഉണ്ട്, മെയിൻസിന്റെ അവിടെ ഒരു ആൻസർ റൈറ്റിംഗ്, മെന്റർഷിപ്പ്, ഇതിൽ ഓരോന്നിലോട്ടും ഡെപ്തിലോട്ട് വരാം. ബിക്കോസ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇപ്പം ദേവനാരായണന്റെ ഇന്റർവ്യൂ ഇപ്പോൾ തുടക്കത്തിൽ ഈ ഒരു ഫസ്റ്റ് റാങ്ക് കിട്ടി കഴിയുമ്പോൾ ഒത്തിരി പേര് കേൾക്കും, അറിയും. പക്ഷേ നമ്മളിപ്പോൾ iLearn എന്ന് പറയുന്ന സ്ഥാപനം ഇപ്പം ഞാനടക്കം ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ജെനുവിൻ, ഒരു സീരിയസ് ആസ്പിറന്റിന് ദേവനാരായണന്റെ ഇന്റർവ്യൂ കണ്ടാൽ ദാറ്റ് പേഴ്സൺ ഷുഡ് ബി ഏബിൾ ടു മേക്ക് എ പ്രോപ്പർ ഡിസിഷൻ. കാര്യം അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ലോങ് ലാസ്റ്റിംഗ് ഇമ്പാക്ട് അല്ലേ. കാര്യം ഇത് പെട്ടെന്ന് ഒരു ആവേശം പോയി കഴിയുമ്പോൾ നമുക്കൊരു ആസ്പിറന്റ് കമ്മ്യൂണിറ്റിയെ ഹെൽപ്പ് ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശം ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്രിലിംസിന്റെ അന്ന് നമ്മൾ വീട്ടിൽ വെച്ച് കണ്ടപ്പോഴും പറഞ്ഞു, ഇപ്പൊ IPTS അതിനെപ്പറ്റി ദേവനാരായണൻ പറഞ്ഞു. അപ്പം നമ്മൾ സ്വയം അത് അത്യാവശ്യം കേരളത്തിലെ ഏറ്റവും നല്ല ടെസ്റ്റ് സീരീസ് ആണ് നമ്മൾ സ്വയം പറയാറുണ്ട്, അത് നമ്മൾ ഇന്റേണലി പറയുന്നതാണ്. അപ്പോൾ അത് കോർഡിനേറ്റ് ചെയ്യുന്ന ഡയസ് ആണെങ്കിലും എല്ലാ മീറ്റിംഗിൽ കഴിഞ്ഞ ദിവസം കൂടെ എന്നോട് പറഞ്ഞു നമ്മുടെയാണ് അതിൽ ഏറ്റവും അടിപൊളി എന്നിങ്ങനെ പറഞ്ഞു. നമ്മൾ സംസാരിക്കാറുണ്ട്, അത് നമ്മൾ മാത്രം സംസാരിക്കാം, ദാറ്റ് ഇസ് വൺ സൈഡ്. ദേവനാരായണന്റെ ഒരു ഇംപ്രഷൻ എന്തായിരുന്നു ഒരു പ്രിലിംസ് ടെസ്റ്റ് സീരീസ്? അപ്പോൾ അതിന്റെ ഒരു മുന്നൊരുക്കങ്ങളുണ്ട്. നേരെ പോയി ഞായറാഴ്ച ഒന്ന് പരീക്ഷ എഴുതാന്നുള്ള മാത്രമല്ല, അതിനൊരു നമുക്കൊരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് ഉണ്ട്. അത് എങ്ങനെയായിരുന്നു ദേവനാരായണന്റെ ഒരു പ്രിപ്പറേഷനെ സഹായിച്ചത്? പിന്നെ ഈ പരീക്ഷ വരുമ്പോൾ ഉള്ള നമ്മുടെ ഒരു ഉൾക്കിടലുണ്ടല്ലോ, നമ്മൾ എല്ലാവരും ടെൻഷനോടെയാണ് ഇത് ഡീൽ ചെയ്യുന്നത്, പുറത്തുള്ളവർക്ക് ഇത് അറിയണമെന്നില്ല. അപ്പോൾ എത്രത്തോളം ഈ ഒരു പ്ലാനും സാധനവും ഒക്കെ നേരത്തെ കാണുമ്പോൾ ഓക്കെ നമുക്കറിയാം ഇത് തീരും, സിലബസ് തീരും, അല്ല അതിനനുസരിച്ച് നമ്മൾ പഠിച്ചെത്തും, അങ്ങനെയുള്ള ഒരു സർട്ടനിറ്റി ഒക്കെ തരാൻ എത്രത്തോളം ആ ഒരു സ്കെഡ്യൂളിങ്ങും ഇതൊക്കെ സഹായിച്ചു എന്നൊന്ന് പറയും. യെസ് സർ, IPTSലേക്ക് ഞാൻ വരുന്നത് കുറച്ച് താമസിച്ചിട്ടാണ്. കാരണം ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കൃത്യമായ ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഞാൻ ഇവിടുത്തെ IPTS കഴിഞ്ഞ് ഒരുപാട് നാൾ കഴിഞ്ഞിട്ടാണ് IPTS ചെയ്തു തുടങ്ങുന്നത്. കാരണം എൻ്റെ മനസ്സിലുള്ള ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ വർക്ക് ചെയ്യാണ്, ഇനി ലീവ് എടുക്കണം, അതിനുശേഷം കണ്ടന്റ് സെറ്റാക്കണം, എന്നാൽ മാത്രമേ IPTS എടുക്കാൻ പറ്റുള്ളൂ എന്നൊരു തെറ്റിദ്ധാരണയായിരുന്നു. അതുകൊണ്ട് ഞാൻ കണ്ടന്റ് പഠിച്ച് തീരട്ടെ എന്നിട്ട് ചെയ്യാമെന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്തിരുന്നു. പക്ഷെ വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് എനിക്ക് കണ്ടന്റ് തീരില്ല എന്നുള്ളത് ഉറപ്പായി. പിന്നെ ചെയ്യാൻ പറ്റുന്നത് MCQ ചെയ്യുക എന്നുള്ള, MCQ ചെയ്ത് കണ്ടന്റ് ബിൽഡ് ചെയ്യുക, MCQ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. അങ്ങനെ അവസാനമൊക്കെ ആയപ്പോൾ ഓൾമോസ്റ്റ് ഒരു കഴിയാറായി, ഇനി ഒരു ആറ് എക്സാംസോ മറ്റേ ഉള്ളൂ IPTSന്റെ വക. അപ്പോഴാണ് ഞാൻ IPTS ഇവിടെ എടുക്കാൻ വരുന്നത്. പക്ഷേ ബാക്കിയെല്ലാം ഞാൻ പതുക്കെ ചെയ്തു തുടങ്ങി. ഏതൊക്കെ IPTS ഉണ്ടോ അതിൻ്റെ ഒരു 90% ഞാൻ ഇതെല്ലാം ഞാൻ ടെലഗ്രാമിൽ സേവ് ചെയ്ത് വയ്ക്കും, IPTSന് വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം. എന്നിട്ട് ഒരു ഇരുത്തമാണ് അത് തീർക്കാനായിട്ട്. ചിലപ്പോൾ ഒരു ദിവസം 2 or 3, അതായത് 100 ക്വസ്റ്റ്യൻ വീതമുള്ള 3 എണ്ണമൊക്കെ ചെയ്ത് ഇങ്ങനെ വിടും. അത് അവസാനമാണ് ആ ഒരു സ്കിൽ ഡെവലപ്പ് ആയത്. അപ്പോൾ IPTSന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പറിന് തന്നെ UPSCയുമായിട്ട് ഒരു സിമിലാരിറ്റി ഉണ്ട്. അതായത് അതിൻ്റെ ഒരു എഴുത്ത് രീതികൾ, ഫോണ്ട്, അതുപോലെ ക്വസ്റ്റ്യൻ്റെ ആ ഒരു പ്രിന്റിങ്, നമ്മുടെ ഒരു ലൈൻ ഉണ്ടാവുമല്ലോ സെൻട്രൽ കൂടെ UPSC ക്വസ്റ്റ്യൻ പേപ്പറിന്, അതുപോലത്തെ ഒരു ഫീൽ എല്ലാം. മാത്രമല്ല ഞാൻ മറ്റു ചില അക്കാഡമീസിൽ കണ്ടൊരു പ്രശ്നം, സ്റ്റുഡൻസ് വളരെ കുറവുള്ള അക്കാഡമീസ് ഉണ്ട്. അപ്പോൾ അവിടെ പോയിരിക്കുമ്പോൾ ഒരു എക്സാം അറ്റ്മോസ്ഫിയർ അധികം കിട്ടാറില്ല. പക്ഷെ ഇവിടെ സീറ്റ് കിട്ടാൻ അടിയാണ്. ചില ദിവസം ഞാൻ വന്നിരിക്കുമ്പോൾ നമ്മുടെ ജംഗ്ഷനിലിരിക്കുന്ന ബിൽഡിങ്ങിലായിരിക്കും, ചില ദിവസം ഇങ്ങനെയായിരിക്കും. മുൻകൂട്ടി നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ട അവസ്ഥ വരെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ ഏതൊക്കെ ആംഗിളിൽ കൂടെ നോക്കിയാലും IPTS എന്നുള്ളതൊരു എന്താ പറയുക, അത് ഞാൻ വെറുതെ പറയുന്നതല്ല, പക്ഷെ അത് വളരെ വളരെ മനോഹരമാണ്. ഇപ്പോൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ചോദിക്കുകയാണ്, ഇപ്പം നമ്മുടെ ഒരു മെന്റർഷിപ്പ് പ്രോഗ്രാം, ഇതെനിക്ക് എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ ട്രിവാൻഡ്രത്തെ UPSC കോച്ചിങ് മേഖലയിൽ ആദ്യമായിട്ട് മെന്റർഷിപ്പ് തുടങ്ങി iLearn. ഐ തിങ്ക് ദിസ് ഇസ് വേ ബാക്ക് ഇൻ 2015 അല്ലേ? ഷിനാസിനൊക്കെ കൊറാബറേറ്റ് ചെയ്യാൻ പറ്റും. കാര്യം അന്ന് ആദ്യമായിട്ടൊരു ഐഡിയ ആണ്. അപ്പം TJ അബ്രഹാം ഇങ്ങനെ എന്നോട് പറയുന്നുണ്ട്, അതിൽ നമുക്ക് ഇങ്ങനെ ഒരു സാധനം കൂടി വേണം, നമ്മൾ പഠിപ്പിച്ചുകൊണ്ട് മാത്രം പിള്ളേർ പാസ്സാവില്ല. അത് എല്ലാം ഒരു UPSC ബാക്ക്ഗ്രൗണ്ട് നമുക്കെല്ലാം ഉള്ളതാണ്. കാര്യം പഠിച്ച് അല്ലെ, നമ്മളെപ്പോഴും UPSC ഒരു കോണ്ടക്സ്റ്റിൽ വിചാരിക്കുന്ന, അല്ല പേരൻസ് ഒക്കെ വിചാരിക്കുന്ന നല്ല ടീച്ചേഴ്സ് പഠിപ്പിച്ചാൽ മതി, പിള്ളേർ പഠിക്കുന്നു ജയിക്കുന്നു. അങ്ങനല്ല, ഇതിനകത്തൊരു കോച്ചിങ് എലമെന്റ് ഉണ്ട്. നിങ്ങളെ കൈപിടിച്ച് അപ്പുറത്തോട്ട് എത്തിക്കണം. കാര്യം ജസ്റ്റ് പഠിച്ചുകൊണ്ട് മാത്രം ഈ ഒരു പരീക്ഷ നമുക്ക് എതിരെ എറിയുന്ന ഫുള്ളൊരു ഇഡിയോസിൻക്രസീസ് ഒന്നും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ അങ്ങനെ ആദ്യം കേരളത്തിൽ തുടങ്ങിയ ഒരു മെന്റർഷിപ്പ്, പിന്നീട് അത് പലയിടത്തും മെന്റർഷിപ്പ് ജസ്റ്റ് പേരിന് മാത്രം ഒരു ഇങ്ങനെ നമ്മുടെ പോസ്റ്ററിലോ ബ്രോഷറിലോ ഒക്കെ വെക്കുന്നതിന് മാത്രമായി ചുരുങ്ങിപ്പോയപ്പോഴും ഐ തിങ്ക് iLearn ആ ഒരു മെന്റർഷിപ്പിന്റെ ഒരു റിഗർ കണ്ടിന്യൂസ്ലി മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ള എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ദേവനാരായണന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ഒരു മെന്റർഷിപ്പ്? അതിപ്പോൾ പ്രിലിംസിന്റെ കോണ്ടക്സ്റ്റിലും പറയാം, മെയിൻസിന്റെ കോണ്ടക്സ്റ്റിലും പറയാം. അതുവഴി നമുക്ക് മെയിൻസിന്റെ ഒരു കൂടുതൽ ഡീറ്റെയിൽസിലോട്ട്. അപ്പം ഹൗ ഹാസ് iLearn's മെന്റർഷിപ്പ് പ്രോഗ്രാം ഹെൽപ്ഡ് യു? അതിന്റെ ഒരു ഡീറ്റെയിൽസ് ഒന്ന് പറയാം.
സാർ ഈ ഒരു ക്വസ്റ്റ്യൻ ആക്ച്വലി എനിക്ക് പറയാൻ ഒരുപാടുണ്ട്, കുറച്ച് സമയം എടുക്കും. കാരണം ഐലാൻഡിൻ്റെ മെൻറ്റർഷിപ്പ് എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് ആണ്. അത് ഞാൻ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യണം. ഒന്ന് പ്രിലിംസിന് വേണ്ടിയിട്ട്, ഒന്ന് മെയിൻസിന് വേണ്ടിയിട്ട്. രണ്ടും ഒരു എക്സാം തന്നെയാണ്, പക്ഷേ അതിന് ഡിഫറെൻറ്റ് സ്ട്രാറ്റജി. അപ്പം ഞാൻ ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഓൺലൈനായിട്ടൊരു 7-8 പേർക്ക്, എൻ്റെ ഓർമ്മയിൽ 7-8 പേരാണ്, അവർക്കായിട്ടൊരു മെൻറ്ററിനെ തന്നിരുന്നു. ഈ ഒരു മെൻറ്റർ എന്ന് പറയുന്നത് പ്രിലിംസ് വരെയാണ്. പ്രിലിംസ് വരെ എന്ന് പറഞ്ഞാൽ ആ ഒരു മോഡ് അങ്ങനെയാണ്, ഇവിടുത്തെ സിസ്റ്റം അങ്ങനെയാണ്. മെയിൻസിന് ഒരു സെപ്പറേറ്റ് മെൻറ്റർ. അപ്പോൾ എൻ്റെ മെൻറ്റർ എന്ന് പറയുന്നത് അശ്വതി എന്ന് പറഞ്ഞിട്ടൊരു മാഡമാണ്. അപ്പോൾ ഈ ഐലാൻഡിൽ ഞാനിപ്പോൾ വീട്ടിലിരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടുത്തെ റിയൽ സിനാരിയോസ് അറിയില്ല, ഇവിടെ എന്താണ് നടക്കുന്നത്. ക്ലാസ് കാണുന്നു, ഓക്കെ, മറ്റു കാര്യങ്ങൾ അറിയില്ല. ഇവിടെ കുട്ടികൾ പല സെലിബ്രേഷൻ ചെയ്യുന്നുണ്ട്, അപ്പോൾ അതൊന്നും വരാൻ പറ്റാത്തതിൽ നല്ല വിഷമമുണ്ട്. അപ്പോൾ എന്നെ ഇവിടെ നിന്ന് എക്സ്ക്ലൂഡ് ആയിരിക്കുന്ന എന്നെ ഐലാൻഡുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു പാലമായിരുന്നു അശ്വതി മാം എന്ന് പറയുന്നത്. അപ്പോൾ മാം എന്ന് പറയുമ്പോൾ മാം ചെയ്ത ഒരു എഫേർട്ട് എന്ന് പറയുന്നത് അത് എത്ര പറഞ്ഞാലും മതിയാവില്ല. ഏത് സമയവും നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റും. അത് രാത്രി ആയിക്കോട്ടെ, രാവിലെ ആയിക്കോട്ടെ, എന്തും. മാഡത്തിൻ്റെ ഒരു തരം പവറുണ്ട്. അത് എങ്ങനെ വിമൺ എംപവർമെൻ്റ് എന്നൊക്കെ വേണമെങ്കിൽ ചുരുക്കി പറയാം. ചുരുക്കിയല്ല, വലുതാക്കി തന്നെ പറയണം. അത്രയ്ക്ക് ഉപയോഗമായിരുന്നു മാമിൻ്റെ ഒരു സെഷൻ. നമുക്ക് വീക്കിലി, എൻ്റെ ഓർമ്മയിൽ ഞായറാഴ്ചയോ മറ്റോ അല്ലെങ്കിൽ ശനിയാഴ്ചയോ ഗൂഗിൾ മീറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ സൂം ഉണ്ടാവും. അതിൽ ക്വസ്റ്റ്യൻസ് ചെയ്യും. എനിക്ക് ഉറപ്പാണ് ഐലാൻഡിൽ മറ്റേ ഒരു മെൻറ്ററും അങ്ങനെ ചെയ്തു കൊടുത്ത് കാണില്ല. നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടില്ലെങ്കിലും നമ്മളെ പിടിച്ചിരുത്തി ക്വസ്റ്റ്യൻ എടുത്തിട്ട്, അതായത് നമ്മുടെ 2023 എക്സാമിൽ ഞെട്ടിക്കുന്ന തരത്തിലൊരു പാറ്റേൺ മാറ്റം ഉണ്ടായല്ലോ. അതായത് ഈ പെയർ ഓപ്ഷൻ വരുന്നൊരു, അതിൻ്റെ ഇതുവരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും എടുത്ത് പ്രാക്ടീസ്, അതെ, ഒരു ദിവസം ടൈം ഇല്ലെങ്കിൽ 50 ക്വസ്റ്റ്യൻ അങ്ങനെ ചെയ്യിപ്പിക്കുമായിരുന്നു. പിന്നെ ആൻസർ എഴുതി അയക്കാൻ പറയും. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് ആദ്യം തുടക്കത്തിൽ നിന്ന് ഉഴപ്പിയിരുന്നു, അത് ആൻസർ റൈറ്റിങ്ങിൽ അതെന്നെ കൊണ്ട് വിളിച്ച് ചെയ്യിപ്പിച്ചു. പിന്നെ മറ്റാർക്കും കിട്ടാത്തൊരു പ്രിവിലേജ് എനിക്കുണ്ടായിരുന്നു. മാം എൻ്റെ അടുത്ത് കുറച്ചും കൂടെ ഒരു അധികം കെയർ തരുമെന്ന് ഞങ്ങളുടെ ആ 7-8 പേരിൽ തന്നെ ഒരു പരാതി ഉണ്ടായിരുന്നു. എപ്പോഴും സൂമിലിരിക്കുമ്പോൾ ഇങ്ങനെ എൻ്റെ പേര് വിളിക്കും. അപ്പോൾ ഈ സൂം മീറ്റിംഗ് കഴിയുമ്പോൾ അതിലുള്ള കുട്ടികൾ പറയും, ഇനിയിപ്പം ഞങ്ങളൊക്കെ വെറുതെ ആയിരിക്കും കയറുന്നത്, കാരണം നിങ്ങൾ രണ്ടുപേരും ആണല്ലോ അവിടെ സംസാരിക്കുന്നത് എന്നുള്ള രീതി. പിന്നെ എപ്പോഴും ഒരു ചേച്ചി എന്നുള്ളൊരു ഫീൽ തന്നെയായിരുന്നു ഫുൾ ടൈം. പക്ഷെ മാമിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല നേരിട്ട്. കാണാനൊരു അവസരം കിട്ടിയിരുന്നു, പക്ഷെ നടന്നില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും മാം ഇവിടെ ഇല്ല, എന്തെങ്കിലും കാണാൻ പറ്റുമെന്ന് കരുതുന്നു. പിന്നെ എന്താ പറയുക, എം സി ക്യു സ്കില്ല് മാം ഒരുപാട് ചെയ്ത് തന്നിട്ടുണ്ട്, ഹെൽപ്പ് ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മുടെ ഒരു സ്ക്വിറലിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു UPSC പ്രിലിംസിന്. ഇന്ത്യൻ സ്ക്വിറലാണെന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു ലോജിക്ക് അത് വളരെ കൊളോക്കിയലായിട്ടുള്ള ലാംഗ്വേജിലാണ് പറയുന്നത്. അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. ഞാൻ ഒരിക്കൽ മാഡത്തിനോട് ഇങ്ങനെ ചോദിച്ചിരുന്നു, മാഡം ഇത് ആൻസർ റൈറ്റിംഗ് തുടങ്ങുന്ന സമയത്ത് ഈ ആൻസർ എളുപ്പത്തിൽ എഴുതാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ, അതിൻ്റെ ടിപ്സ് എന്താണെന്ന് പറഞ്ഞുതരൂ. അപ്പോൾ എനിക്കിങ്ങനെ പറയാലോ അല്ലേ തുറന്ന് സാറിനോട്. അപ്പം മാം ഇങ്ങനെ പറഞ്ഞത്, അതിനൊരു തേങ്ങയില്ല, എഴുതുക, അത് തന്നെയാണ്. അത് പിന്നീട് എനിക്ക് മനസ്സിലായി, ശരിയാണ്, എഴുതിയേ പറ്റുള്ളൂ. പക്ഷേ കുറച്ച് കീവേഡ്സിൻ്റെ കളിയൊക്കെ ഉണ്ട്. അപ്പോൾ അത്രയും ഫ്രണ്ട്ലി ആയിരുന്നു എല്ലാ കാര്യത്തിനും. അത് എങ്ങനെ നേരിട്ട് അനുഭവിച്ച ഒരാൾക്ക് മാത്രമേ പറഞ്ഞുതരാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു വർഷം എന്ന് പറയുന്നത് ഫുൾ കൂടെ ഉണ്ട്. പ്രിലിംസിൻ്റെ തലേന്ന് മോട്ടിവേഷൻ, മെയിൻസിന് മോട്ടിവേഷൻ. പിന്നെ എന്നെ ഇത് കഴിഞ്ഞിട്ട് നിഖിൽ സാറിൻ്റെ കീഴിൽ മെയിൻസ് മെൻറ്റർഷിപ്പ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ എനിക്ക് നിഖിൽ സാറിനെ അറിയില്ല, അല്ല എനിക്കറിയാം, സാറിന് എന്നെ അറിയില്ല, നേരിട്ട് അറിയില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എനിക്ക് സാറിലേക്ക് എത്താൻ മാമാണ് സഹായിച്ചത്. കാരണം മാമിൻ്റെ മെൻറ്റർ നിഖിൽ സാറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ ചെറിയൊരു ഇങ്ങനെ ഒരു സഹായം ചോദിച്ചു, മാഡം എന്നെ നിഖിൽ സാറിനൊന്ന് പരിചയപ്പെടുത്തി തരുമോ, എന്നെ ഒന്ന് സജസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചു. മാഡമാണ്, കാരണം നിഖിൽ സാറിൻ്റെ മെൻറ്റർഷിപ്പ് കിട്ടാൻ ഇവിടെ അത്യാവശ്യം നല്ല തള്ളാണ്. അപ്പോൾ ഞാൻ മാഡത്തിനോട് പറഞ്ഞു, അങ്ങനെയാണ് ഞാൻ സാറിലേക്ക് വരുന്നത്. അപ്പോൾ എന്നെ ഐലേണുമായി കണക്ട് ചെയ്യുന്നതും എന്നെ നിഖിൽ സാറുമായി കണക്ട് ചെയ്തതും ഈ ഒരു സർക്കിളിൽ ഇങ്ങനെ പിടിച്ചു നിർത്തിയതും മാമാണ്. പിന്നെ എന്നെ ഫോൺ വിളിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട്, പേഴ്സണലി പറഞ്ഞിട്ടുണ്ട്, നീ വിചാരിച്ചാൽ പറ്റും, നിന്നെ ഒരു കാലിബറുണ്ട്, ഒരു കാരണവശാലും നിർത്തരുത്, നമുക്ക് എങ്ങനെയായാലും ഇത് നേടിയെടുക്കണം. ഇപ്പോഴും ഈ ഒരു റിസൾട്ട് വന്നതിന് ശേഷം, KAS റിസൾട്ട് വന്നതിന് ശേഷം പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ പ്രിലിംസിൻ്റെ മെൻറ്റർഷിപ്പിനെ കുറിച്ച് ഈ കാര്യങ്ങളാണ് പറയാനുള്ളത്. പറയാനാണെങ്കിൽ സാർ ഇനിയുണ്ട്, പക്ഷേ ടൈം ലിമിറ്റ് ഉണ്ടല്ലോ. ഇനി മെയിൻസിലേക്ക് വരുമ്പോൾ ഇതാണ് ശരിക്കും ഗെയിം ചേഞ്ചർ. പ്രിലിംസ് ഗെയിം ചേഞ്ചർ തന്നെയാണ്, പക്ഷേ ആ ഒരു കട്ട് ഓഫ് കടക്കുക എന്നുള്ളതാണ് അതിൻ്റെ ധർമ്മം. മെയിൻസിൻ്റെ മെൻറ്റർഷിപ്പിലേക്ക് വരുമ്പോഴാണ് ഞാൻ നിഖിൽ സാറിനെ ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത്. നമ്മുടെ സ്ക്രീനിൽ മാത്രം കണ്ട് പരിചയമുള്ളൊരു മനുഷ്യനാണ്. ജോഗ്രഫി ക്ലാസ് അദ്ദേഹത്തിന് ഞാൻ കാണുമായിരുന്നു. അങ്ങനെ വരുന്നു, സാറ് നിങ്ങൾക്ക് ഗൂഗിൾ മീറ്റിൽ സെഷൻ ഇടുമ്പോൾ ഞാൻ ഒരുവിധപ്പെട്ട എല്ലാ സെഷനും അറ്റൻഡ് ചെയ്യും. നിഖിൽ സാറിൻ്റെ സെഷനിൽ ഞാൻ
അവിടെയാണ് ആൻസർ റൈറ്റിംഗ് തുടങ്ങുന്നത്. ആൻസർ റൈറ്റിംഗ് തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ അത്രയും നാളുണ്ടായിരുന്ന ഒരു ചിന്താഗതി മാറി. ഇപ്പോൾ KSന്റെ ക്വസ്റ്റ്യൻ വെച്ച് ഞാൻ പറയാം. ഒരു ഗവർണറുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഗവർണറുടെ റോളെന്ന് പറയുന്നത് അതൊരു അബ്സല്യൂട്ട് അല്ല. ചെക്ക് ആൻഡ് ബാലൻസ് എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് പോകുന്നത്. അപ്പോൾ അവിടെ 2 കാര്യങ്ങൾ എഴുതണം. ഒന്ന്, ഗവർണറുടെ പവർ അബ്സല്യൂട്ട് അല്ല എന്നുള്ളതിന് എക്സാമ്പിൾ കൊടുക്കേണ്ടി വരും. ചെക്ക് ആൻഡ് ബാലൻസ് എന്നുള്ളത് കൊടുക്കേണ്ടി വരും. ഇനി ഇതല്ല എന്നുള്ളത് കൊടുക്കേണ്ടി വരും. ചെക്ക് ആൻഡ് ബാലൻസ് അല്ല, ഇങ്ങനെയും ഉണ്ട്. ഇനി ഇത് കൊണ്ടുള്ള നല്ല വശം, ചെക്ക് ആൻഡ് ബാലൻസ് ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ. അവിടെ ആർട്ടിക്കിൾ കൊടുക്കണം. അവിടെ പറ്റുമെങ്കിൽ കേസ്, എന്തെങ്കിലും ഗവർണറുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കേസ്, ഇപ്പോൾ തമിഴ്നാട് ഗവർണറുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എഴുതാം. ഇങ്ങനെ എഴുതാം. പിന്നെ പറ്റുമെങ്കിൽ ഡയഗ്രാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, വാല്യൂ അഡീഷൻ, കേസ് സ്റ്റഡി. ഞാൻ എൻ്റെ KSൽ ഒരിക്കലും കേസ് സ്റ്റഡി എഴുതാൻ പറ്റുമെന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ്. പക്ഷേ ഞാൻ KSൽ കേസ് സ്റ്റഡി എഴുതിയിട്ടുണ്ട്. KSൽ കേസ് സ്റ്റഡി എഴുതിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 3 പേപ്പറിലും ഒരു ക്വസ്റ്റ്യനിലെങ്കിലും ഞാൻ എഴുതി കാണുമെന്നാണ് എൻ്റെ ഓർമ്മ. കാരണം എനിക്ക് കറക്റ്റ് റീകളക്ട് എടുക്കാൻ പറ്റാത്തതിൻ്റെ കാര്യം, UPSC മെയിൻസ് എഴുതിയേക്കുന്നതുകൊണ്ട് ഇത് ഏതിലാണ് ഞാൻ എഴുതിയതെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മ എഴുതിയിട്ടുണ്ട്. ഒരുപാട് മോക്ക് ടെസ്റ്റ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിലാണോ എന്നും ഡൗട്ടുണ്ട്. പക്ഷേ ഞാൻ കേസ് സ്റ്റഡി എഴുതിയിട്ടുണ്ടെന്നുള്ള എനിക്ക് ഉറപ്പാണ്. കാരണം ലൈനാണ്, ആ ലൈനിൽ കേസ് സ്റ്റഡി എന്ന് എഴുതി ബോക്സിലിടുന്ന എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ അങ്ങനെ ആൻസർ റൈറ്റിങ്ങിൻ്റെ പല വശങ്ങളും, ഒരു ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഓരോ വാക്കിനും വിലയുണ്ട്. ആദ്യം ചിലപ്പോൾ എന്തെങ്കിലും ഒരു കഥ തന്നിട്ട് പിന്നെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഞാൻ എന്ത് ചെയ്തിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ അങ്ങ് എഴുതണം. പക്ഷെ അല്ല, ആ കഥ എഴുതണം, ആ കഥയെക്കുറിച്ച് എഴുതണം, കോണ്ടെക്സ്റ്റ് എഴുതണം, കോണ്ടെക്സ്റ്റിന് എക്സാമ്പിൾ കൊടുക്കണം, അതിൻ്റെ ലിമിറ്റേഷൻ കൊടുക്കണം, വേ ഫോർവേഡ് കൊടുക്കണം. ഈ വേ ഫോർവേഡ് എന്നുള്ളത് എനിക്ക് നിർബന്ധമായത് അവസാനം നിഖിൽ സാറിൻ്റെ മെൻറ്റർഷിപ്പ് തീരുന്ന ഒരു ടൈമിലാണ്. നിഖിൽ സാറിൻ്റെ ഇതിൽ ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പുള്ളിയുടെ കൂടെ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ എന്നൊരു എലമെന്റും കൂടെ ഉണ്ട് അതിൽ. കാരണം സാറ് മാർക്കിട്ട് തരില്ല. സ്റ്റാൻഡേർഡ്സ് ഭയങ്കര ഹൈ ആണ്. കാര്യം ഞാൻ ജസ്റ്റ് ഒരു ഓർക്കാണ്, ഇത് കുറച്ച് നാൾ മുമ്പാണ്. ജോഗ്രഫി എനിക്കൊന്ന് നിഖിലിൻ്റെ ഒരു ഓപ്ഷണൽ സ്റ്റുഡൻ്റ് എന്താണെന്ന് തോന്നുന്നു. അപ്പം നിഖിൽ ഇങ്ങനെ മാർക്ക് ഇട്ടിട്ട് ഒരു ഷീറ്റ് തന്നെ ഇങ്ങനെ കൊണ്ട് കാണിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ഒരു 3-4 ആൻസറിന് 0 ആണ്. എന്നുവെച്ചാൽ കുട്ടി കുറേ എഴുതിയിട്ടുണ്ട്. അപ്പം നമ്മളാരും അതിന് 0 കൊടുക്കത്തില്ല, നമ്മൾ എന്തെങ്കിലും കൊടുക്കുക. എന്ന് വെച്ചാൽ കറക്റ്റ് ചോദ്യത്തിൻ്റെ ഡിമാൻഡ് ക്രാക്ക് ചെയ്യുന്നില്ല. അപ്പം നമ്മളാണ് ഒരു 1/2 കൊടുക്കുന്നത്. നമ്മൾ ആ കുട്ടിയെ പറ്റി ഒന്ന് ആലോചിക്കുക. ഇവർ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് 3 മണിക്കൂർ പരീക്ഷയാണ്. അപ്പം ഞാനത് കഴിഞ്ഞപ്പോൾ ലോഹിയോട് ഇങ്ങനെ ചോദിച്ചു, എടാ എന്തെങ്കിലുമൊക്കെ ഇട്ടു? ഇല്ല, ഞാൻ കൊടുക്കത്തില്ല. കാര്യം ഇന്ന് അവനത് കിട്ടി, അവൻ നാളെ അത് കിട്ടുമെന്ന് വിചാരിക്കും. ശരിക്കും UPSCക്ക് അത് കിട്ടത്തില്ല. ഞാൻ ഇവിടെ 0 കിട്ടും. അവൻ പോയി പഠിച്ച ഹി പുഷസ് യു ബിയോണ്ട് യുവർ ഒരു കംഫർട്ട് സോൺ. അപ്പം അത് പലപ്പോഴും ഒരു ചീത്തപ്പേര് പോലെ അങ്ങനെ സംഭവിക്കാറുണ്ട്. കാരണം ചില പിള്ളേർക്ക് ഇത് പറ്റണമെന്നില്ല. അത് തന്നെയാണ് ഇപ്പം ദേവനാരായണ ചൂസ് ചെയ്യാൻ എടുക്കുന്ന ഒരു ഇതുണ്ടല്ലോ. ഇപ്പൊ പല സ്റ്റുഡൻസ്, ഇപ്പം എനിക്ക് തന്നെ അറിയാവുന്ന ഒത്തിരി പേരുണ്ട്. ഓക്കെ, എങ്ങനെയും നിഖിലിന്റെ മെന്റർഷിപ്പ് കയറിയാൽ ദേ ആർ വില്ലിംഗ് ടു പുട്ട് ദാറ്റ് എഫേർട്ട്, വാട്ട് എവർ ഇറ്റ് ടേക്സ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. എന്നുവെച്ചാൽ പരീക്ഷ ജയിക്കാൻ എന്ത് വേണോ അതെല്ലാം ഞാൻ ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു ഡിമാൻഡ് ചെയ്യുന്ന ഒരു മെന്റർഷിപ്പാണ്. എൻ്റെ ഒരു 3 പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ UPSC ക്ലിയർ ചെയ്ത ദേവിക പ്രിയദർശിനി മാം, അപ്പൊ മാമിന്റെ ഒരു വീഡിയോയിലാണ് ഇങ്ങനെ ഞാൻ നിഖിൽ സാറിനെ വിശ്വസിച്ചിരുന്നു, പുള്ളി വേണ്ടതെല്ലാം ചെയ്തു തന്നു എന്നുള്ളൊരു ഐഡിയ കിട്ടുന്നു. അപ്പൊ പുള്ളിയുടെ അടുത്ത് വരിക എന്നുള്ളത് തന്നെ അതിനുശേഷമാണ്. അതാണെന്ന് തോന്നുന്നത് ഇൻസ്റ്റാഗ്രാം റീല് കണ്ടതിന്റെ ഇൻഫ്ലുവൻസ് പറഞ്ഞല്ലേ. എനിക്ക് ദേവികയുടെ ഒക്കെ ഇൻസ്റ്റാഗ്രാം. അതെ, തീർച്ചയായും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവരെയും ഫോളോ ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരുപാട് ഐഡിയാസ് ആയിരുന്നു കിട്ടും. സാറേ, മറ്റൊരു രസകരമായിട്ടുള്ള സംഭവം, ഞാനിവിടെ മെയിൻസിന് വേണ്ടി വരുമ്പോഴാണ് ഇവിടെയുള്ള കുട്ടികളെ ആദ്യമായിട്ട് കാണുന്നത്, ആസ്പിറൻസിനെ. അവരെന്നോട് ആദ്യമായിട്ട് ചോദിക്കുന്നത്, ആരാ മെയിൻസിന്റെ മെൻറ്ററായിട്ട് കിട്ടിയിരിക്കുന്നത്? അപ്പം ഞാൻ പറഞ്ഞു, നിഖിൽ സാറാണെന്ന് പറഞ്ഞപ്പോൾ അവരിൽ എൻ്റെ തോളിലിങ്ങനെ കൈ വെച്ചിട്ട് എന്തോ വലുത് വരാനിരുന്നതാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ എനിക്കൊരു ഡൗട്ട് എന്താണെന്നുള്ളത്. പിന്നീട് മനസ്സിലാവുന്ന, പുള്ളി മാർക്കിട്ട് തരില്ല. 250 മാർക്കിലാണല്ലോ എഴുതുന്നത്. അത് എഴുതിയപ്പോൾ ഫസ്റ്റ് എക്സാമിന് എനിക്ക് തോന്നുന്നു 62 അങ്ങനെ അതിൻ്റെ മീറ്റിംഗ് വെച്ചു, സെഷൻ വെച്ചു. ഞാൻ ചെന്നു. അപ്പോൾ പറഞ്ഞു 60 തരക്കേടില്ല. അപ്പം ഞാനിങ്ങനെ ഇനി കളിയാക്കുന്നതാണ്, എനിക്കറിയില്ലല്ലോ ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം നേരിട്ട് എങ്ങനെയാണെന്നുള്ളത്. അടുത്ത എക്സാമിൽ വന്നപ്പോൾ അതും വീണ്ടും 65-66 ആ റേഞ്ചിൽ. പുള്ളി പറഞ്ഞു കുഴപ്പമില്ല, സെറ്റാവും. അപ്പോഴും അറിയില്ല എന്താണെന്നുള്ളത്. പിന്നെ അത് പതുക്കെ 70 ആവാൻ തുടങ്ങി. ആ 60-ൽ നിന്ന് 70 ആവുമ്പോൾ ഞാൻ ചെയ്തൊരു എഫേർട്ടുണ്ട്. അതാണ് ശരിക്കും പിന്നീട് KSലേക്ക് വന്നപ്പോൾ ഉപകരിച്ചത്. പക്ഷേ ആൻസർ എഴുതി ലാസ്റ്റ് നിഖിൽ സാറിനെ കൊണ്ട് ഇവാലുവേറ്റ് ചെയ്യുന്ന പേപ്പറിൽ 82-85 മാർക്കാണ്. ഈ 62-ൽ നിന്ന് 82 ആകുമ്പോൾ പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോൾ 250-82 കുറവാണ്. പക്ഷെ അതാണ് KSൽ ഈ ഒരു ഇതിലേക്ക് എത്തിച്ചത്. തീർച്ചയായും UPSC മെയിൻസ് എഴുതി കഴിഞ്ഞ അവസാന ദിവസം ഞാൻ പുള്ളിക്ക് ഒരു വോയിസ് അയക്കുന്നുണ്ട്. എന്നെ കൊണ്ട് ഇതൊക്കെ എഴുതി കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്ന് കരുതുകയല്ല. പക്ഷെ എനിക്ക് UPSC എല്ലാ പേപ്പറും കംപ്ലീറ്റ് ആക്കാൻ പറ്റി. എൻ്റെ ഓപ്ഷനിൽ കുറച്ച് വന്നൊരു പരാജയമാണ് കുറവെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ ഹിസ്റ്ററി ആയിരുന്നു. അല്ലല്ല, ഞാൻ കോച്ചിങ് എടുത്തത്, പക്ഷെ പഠിച്ച് തീർന്നില്ല. അത് തന്നെ. പക്ഷെ അതും KSന്റെ പേപ്പർ ഓൺ ഫുൾ ഹിസ്റ്ററി ആയിരുന്നു. അതും അവിടെ ഇതാണ് ഒരു ഭാഗ്യത്തിന്റെ കളിയാണെന്ന് ഞാൻ എപ്പോഴും പറയുന്നത്. അതുകൊണ്ട് പ്രധാനമായിട്ടും ഇത് തന്നെയാണ്. 3 മാസം ഫുൾ അദ്ദേഹത്തിന്റെ എല്ലാ പേപ്പറും എഴുതി ഞാൻ കൊടുക്കും, വാല്യൂറ്റ് ചെയ്യും. ഇത് തന്നെയായിരുന്നു. അപ്പോൾ ഒരിക്കൽ ആ ഒരു കഴിവ് കിട്ടിക്കഴിഞ്ഞാൽ
നമുക്കത് അതെ. ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ സെക്രട്ടറി അസിസ്റ്റന്റ് വരുന്നു. അപ്പം ഈ ആൻസർ റൈറ്റിംഗ് എല്ലാം വിട്ടു. ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെ KS വരുന്നത്. ഒരു 18-15 ദിവസത്തെ ഗ്യാപ്പിൽ. ആ ഒരു അറിവിൽ തന്നെ എഴുതുകയാണ്. ഓക്കെ, ഗുഡ്. അപ്പോൾ ഐ തിങ്ക് ഇത് കേട്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ ഒരു എന്താണ് ഇത് എത്ര എഫേർട്ട്ഫുൾ ആണ്. ഇതിപ്പം ആൾക്കാർ കേൾക്കുന്നവർ വിചാരിക്കും ഓക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും, എല്ലാവർക്കും ഒരു ഊഹം മാത്രമാണല്ലോ. ഓക്കെ KS ഫസ്റ്റ് റാങ്ക് ഇട്ട് അത്യാവശ്യം നന്നായിട്ട് പഠിച്ചാണ്, പക്ഷേ അതിൻ്റെ ഇടയിൽ പോകുന്ന ആ ഒരു ഡെയിലി പെയിൻ ഉണ്ടല്ലോ. ഇപ്പം നമ്മൾ 250 മാർക്കുള്ള ഒരു പേപ്പറിൽ 60 മാർക്ക് കിട്ടിയിട്ട് നമുക്ക് ഒരു ആത്മവിശ്വാസത്തോടെ അടുത്ത ദിവസം ഈ പണി ഒന്നുകൂടി ചെയ്യാനുള്ള ഒരു ഇതുണ്ടല്ലോ. കാരണം നമ്മളെപ്പോഴും കണ്ടേക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം മുമ്പേ ഷിനാസിനോട് പറയുമായിരുന്നു, ഇപ്പോൾ ദേവനാരായണനെ പറ്റി എല്ലാവരും പറയുന്നത് എല്ലാ ദിവസവും ഇത് ചെയ്യും പറഞ്ഞ കാര്യങ്ങൾ. നിഖിൽ എന്നോട് ഒത്തിരി പ്രാവശ്യം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ കുറേ പ്രാവശ്യം എന്നോട് എന്ത് പറഞ്ഞാലും ചെയ്യും. കാര്യം ഇതാണ് ഇപ്പം നിഖിലിന്റെ ആണെങ്കിലും ഷിനാസ് ഇവരുടെ എല്ലാവരും എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇച്ചിരി ടഫായിട്ടുള്ള ഡിമാൻഡ്സ് വെക്കുമ്പോൾ കുട്ടികൾക്ക് ഇതൊരു ഈഗോ ഹേർട്ട് ആവുന്ന സാധനമാണല്ലോ. നമ്മളൊരു 10 മാർക്ക് എഴുതുമ്പോൾ നമുക്ക് 1 മാർക്ക് കിട്ടുക, അതിൽ 2 മാർക്ക് കിട്ടുക, നമ്മളത് പേഴ്സണലി എടുക്കും. എല്ലാവരും ഒരു പോയിന്റിൽ പേഴ്സണലി എടുക്കും. ഞാനൊക്കെ എടുത്തിട്ടുണ്ട്, എല്ലാവരും എടുക്കുന്ന ഒരു സാധനമാണ്. പക്ഷെ അത് എടുക്കാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം നമ്മളെ പറ്റിയാണല്ലോ പറയുന്നത്. വിൽ ടേക്ക് ഇറ്റ് ആൻഡ് സ്റ്റിൽ യു മൂവ് ഫോർവേഡ് അല്ലേ. അടുത്ത ദിവസം നമ്മൾ മറ്റേ സിൽവസ്റ്റർ സ്റ്റലോണിന്റെ പടത്തിലൊക്കെ പറയുന്നല്ലേ, എല്ലാ ദിവസവും ഇടി കിട്ടാന്നല്ലേ അല്ലേ, എല്ലാം ഇടി കിട്ടിയിട്ടും വീണ്ടും അടുത്ത ദിവസം എണീറ്റ് നിൽക്കുക എന്ന് പറയുന്ന ഒരു സാധനം ഐ തിങ്ക് യു ഹാവ് കൺസിസ്റ്റന്റ്ലി ഡെമോൺസ്ട്രേറ്റഡ് ദാറ്റ്. അത് എനിക്കും ഈ ആസ്പിറൻസിനോട് പറയാനുള്ള ഒരു സാധനം അതാണ്. ഇത് മൊത്തം കുറേ ഇരുന്ന് പഠിക്കുന്നു, കുറേ സോഷ്യൽ കോണ്ടാക്ട് എല്ലാം വിട്ട് റൂമിനകത്തിരുന്ന് ഒറ്റയ്ക്കിരുന്ന് പഠിച്ചാൽ കിട്ടുന്ന ഒരു പരീക്ഷയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനകത്ത് ഒരു ജേണി ഉണ്ടല്ലോ, നമ്മളൊരു കോൺസ്റ്റന്റ് ഇംപ്രൂവ്മെന്റ് ഒരു ജേണി എന്ന് വെച്ചാൽ ഒരു പ്രോപ്പർ ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു പ്രോപ്പർ മെന്ററുടെ നമ്മൾ ഫീഡ്ബാക്ക് എടുക്കുന്നു, അവർ നമ്മുടെ തെറ്റ് തിരുത്തുന്നു, ആ തെറ്റ് തിരുത്തലിനെ അങ്ങനെ തന്നെ ഒരു പ്രോസസ്സായി കണ്ട് അടുത്ത ദിവസം വീണ്ടും എഫേർട്ട് ഇട്ട് വരുന്നു, വീണ്ടും ഇമ്പ്രൂവ് ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു അന്ന് ദേവനാരായണൻ പറഞ്ഞത് ആദ്യം 50 ആയിരുന്നു, പിന്നെ 55 ആയി, 60 ആയി, 65 ആയി. കാര്യം ഇതൊരു ഇറ്ററേറ്റീവ് ആണ്, ഇച്ചിരി കൂടുന്നുള്ളൂ, 50-200 ആകുന്നില്ല, ഒരു ഓവർനൈറ്റ് സംഭവിക്കുന്നില്ല. അപ്പൊ ഐ തിങ്ക് അത് തന്നെയാണെന്ന് തോന്നുന്നു ഈ ഒരു ഫസ്റ്റ് റാങ്ക് എന്ന് പറയുന്ന ഒരു ലെവലിൽ. ഇപ്പം യു കുഡ് ഹാവ് ക്ലിയർഡ് KS ഇപ്പൊ ഒരു 10-15 ഒക്കെ എത്തിയേ, അല്ലാതെ ചിലപ്പോൾ എത്തിയേനും. പക്ഷെ ഇത്ര ഒരു സ്ട്രിക്ട് സ്റ്റാൻഡേർഡ്സ് ിലൂടെ കടന്നു പോയോണ്ടായിരിക്കും ഫസ്റ്റ് റാങ്ക് ഇസ് നോട്ട് ഈസി. അതിപ്പം ദേവനാരായണൻ ഇപ്പോൾ അത് വേറൊരു ഫീലിംഗ് ആയിരിക്കും. പക്ഷെ നമുക്ക് പുറത്ത് നമ്മൾ കാണുന്നതാണ് എല്ലാ വർഷവും. അപ്പോൾ ഫസ്റ്റ് റാങ്ക് ഈസ് നെവർ ഈസി. അത് തന്നെയാണ് ഒരു ഫസ്റ്റ് റാങ്കിന്റെ ഒരു ഗ്ലോറി എന്ന് പറയുന്നതാണ്. ഫസ്റ്റ് റാങ്ക് എന്ന് പറഞ്ഞാൽ എല്ലാ സാധനവും പെർഫെക്റ്റ് ആണ്. എന്ന് വെച്ചാൽ എവറി പീസ്, ഒരു സാധനം നമ്മൾ ചെറുതായിട്ടൊന്ന് സ്കിപ്പ് ചെയ്താൽ യു മൈറ്റ് ലൂസ്, യു മൈറ്റ് എൻഡ് ഓഫ് സെക്കൻഡ്. സാറേ അതിൽ എനിക്കൊരു കാര്യം പറയാനുള്ളത്, എന്റെ ഇന്റർവ്യൂ പെർഫെക്റ്റ് ആയിരുന്നില്ല. എനിക്ക് 31 ഉള്ളൂ, 34 മാക്സിമം കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് പെർഫെക്റ്റ് അല്ലാതിരുന്നിട്ടും എനിക്ക് മാർക്ക് കയറാൻ പറ്റിയത് ആൻസർ റൈറ്റിംഗിലാണ്. അതാണ് ഈ മാക്സിമം മേടിച്ചു എന്നുള്ള. അതെ, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ. എനിക്കറിയില്ല ആൻസർ റൈറ്റിംഗിന്റെ ഒരു ആർട്ടെന്ന് പണ്ടൊക്കെ ആളുകൾ പറയുമ്പോൾ അതെന്ത് ആർട്ടാണ്, അത് നമ്മൾ എഴുതിയല്ലേ പറ്റുള്ളൂ എന്നുള്ളൊരു തോട്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. ആൻസർ റൈറ്റിംഗ് എന്ന് പറയുന്നത് അത് നമ്മൾ ചില മനുഷ്യർ സംസാരത്തിലൂടെ ചിലരെ പറഞ്ഞു വീഴ്ത്താറുണ്ടല്ലോ, അതുപോലെ എഴുതി വീഴ്ത്തുക എന്നുള്ളൊരു കഴിവാണ് ആൻസർ റൈറ്റിംഗ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഇതിലാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ എത്ര എഴുതിയിട്ട് മാർക്ക് കിട്ടുന്നില്ല, ഈ 60 എന്നുള്ളത് 80 ആക്കുക എന്ന് പറയുന്നത് അത്രയും വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഞാനൊരു സാധാ എക്കണോമി ആൻസർ എഴുതുകയാണെങ്കിൽ അത് ചിലപ്പോൾ ഫിസിക്കൽ കൺസ്ട്രെയിൻ അല്ലെങ്കിൽ എന്താ പറയുക ഫിസിക്കൽ പ്രഷർ ഇങ്ങനെയൊക്കെ എഴുതി അവസാനിപ്പിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് അവിടെ ഈ പറയുന്ന എന്താ പബ്ലിക് ഡെപ്റ്റ് അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന ഫിസിക്കൽ കൺസോളിഡേഷൻ ഇങ്ങനെയുള്ള വാക്കുകൾ വരണമല്ലോ ആൻസറിൽ. ഇത് കിട്ടിയത് പുള്ളിയുടെ അടുത്ത് നിന്നാണ്. ഞാനൊരു സാറിനോട് പറയാതെ തന്നെ ഞാൻ ഈ ഒരു കുറച്ച് കീവേഡ്സ് എഴുതിയൊരു എക്സാം എഴുതി നോക്കി, ഇതാണോ. ആ എക്സാമിനാണ് ഒരു വലിയ മാറ്റം കണ്ടു തുടങ്ങിയത്. എന്നിട്ട് ഞാൻ വന്ന് ചോദിച്ചു, സാർ അപ്പോൾ കീവേഡിലാണ് കാര്യമല്ലേ? പുള്ളി ഇങ്ങനെ തലയാട്ടി. വലിയ സംസാരമൊന്നുമില്ല, ഇതാണ്. പക്ഷെ എനിക്ക് മനസ്സിലായി അതാണ് അതിലെ കാര്യം. മനസ്സിലായി. അപ്പോൾ ഐ തിങ്ക് ആ ഒരു ഐലേണുമായിട്ടുള്ള ദേവനാരായണൻ്റെ ഒരു എക്സ്പീരിയൻസ് അതിപ്പം ക്ലിയർലി ഒന്ന് കമ്മ്യൂണിക്കേറ്റഡ് ആയത്. ഇനി എനിക്ക് അറിയേണ്ടത്, ഇത് എൻ്റെ ഒരു പേഴ്സണൽ ഒരു സംശയമാണ്. ഞാനിപ്പം കഴിഞ്ഞ ഒരു 10-12 വർഷം UPSC മേഖലയിലായിരുന്നില്ല. കഴിഞ്ഞ ഒരു വർഷം ഞാൻ PSC KS എക്സാംസിൻ്റെ ഒരു ലീഡർഷിപ്പിൽ ഞാൻ വർക്ക് ചെയ്തിരുന്നു. അപ്പം ആ ഒരു സമയത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യമുണ്ട്. കാര്യം ഇപ്പോൾ ദേവനാരായണനും അറിയാവുന്ന കാര്യമാണ്. കഴിഞ്ഞ KSന് ശേഷം, ഈ KS അല്ല, കഴിഞ്ഞ KSന് ശേഷം PSC ആസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒത്തിരി ഇമ്പ്രൂവ് ആയ നമ്മളെല്ലാം കണ്ടാണ്. എന്നുവെച്ചാൽ എക്സാമിൻ്റെ പാറ്റേൺ, അതിൻ്റെ സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ പണ്ടത്തെ PSC അല്ല ഇപ്പോഴത്തെ PSC. നമ്മളിങ്ങനെ എപ്പോഴും തമാശക്ക് ഇങ്ങനെ പറയും. അപ്പോൾ യു ഓൾസോ വുഡ് ലാർജ്ലി എഗ്രി ടു ദാറ്റ് അല്ലേ? എന്ന് വെച്ചാൽ PSC ഒത്തിരി മാറ്റത്തിലൂടെ പോവുകയാണ്. അപ്പോൾ പണ്ടായിരുന്നെങ്കിൽ ഒരു ഉന്നതതല സർക്കാർ ജോലി എന്ന് പറയുമ്പോൾ ഇതിനകത്ത് കുറേ ഹൈറാർക്കി ഉണ്ട്. ഏറ്റവും കൂടിയ ആൾക്കാർ UPSC, അങ്ങനെ അടുത്ത ഉള്ള KS, ചിലപ്പോൾ SSC RB, അങ്ങനെ മൂന്നാമത്തെ തട്ടിൽ കേരള PSCയുടെ ഡിഗ്രി ലെവൽ അല്ലെ, അതിൻ്റെ താഴെ 10+2 ജോബ്സ്. ഇങ്ങനെ ഒരു ഹൈറാർക്കിയിലാണ് പൊതുവെ ഇങ്ങനെ നിൽക്കുക. UPSC എഴുതുന്നവർ PSC എഴുതാറില്ല, PSC എഴുതുന്നവർ UPSC സ്വപ്നം കാണാറ് പോലും ഇല്ല. ഇങ്ങനെ ക്ലിയർ ഹൈറാർക്കിയാണ്.
അപ്പൊ ഞാൻ അവിടെ ചെന്ന് ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ കാണുമ്പോൾ എനിക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിനൊന്നും അങ്ങനെ ഒരു ക്വാളിറ്റി ഇല്ലായ്മ അല്ല UPSC ലെവൽ ഇല്ല എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഈ SIയുടെ പേപ്പർ കാണുമ്പോൾ, അല്ല ലോക്കൽ സെൽഫ് ഗൺ LSGSന്റെ കഴിഞ്ഞ വർഷത്തെ പേപ്പർ കാണുമ്പോൾ, KASന്റെ പേപ്പർ കാണുമ്പോൾ, അപ്പൊ ഞാൻ ഇത് ഭയങ്കര സ്റ്റാൻഡേർഡ് ആണല്ലോ. അപ്പൊ എന്തുകൊണ്ടാണ് ഈ സാധനം ഇങ്ങനെ നിൽക്കുന്നതെന്ന് എപ്പോഴും എനിക്കുള്ള ഒരു സംശയമായിരുന്നു. അപ്പം ദേവനാരായണന്റെ റാങ്ക് സംഭവിക്കുന്നു. ദേവനാരായണന്റെ ഡാഫ് ഞാൻ കണ്ടിരുന്നല്ലോ, മറ്റേ KASന്റെ കോൺടാക്സിൽ ഡാഫ്. അതിൽ മൊത്തം ഇങ്ങനെ PSC റാങ്ക് ലിസ്റ്റ് ഇങ്ങനെ മറ്റേ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് സെക്കൻഡ് SI അത് ഇത് ഇങ്ങനെ കിടക്കുകയാണ്. അതിൽ SI 5-6 ഉണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഓക്കെ, യു ഡിൻ ഗോ ബൈ ദാറ്റ് സ്ക്രിപ്റ്റ് അല്ലേ. എല്ലാ നാട്ടിലുള്ള എല്ലാ ആൾക്കാരും ഇങ്ങനെയാണ് വിചാരിച്ചത്. ആരും ഈ ബൗണ്ടറി ബ്രേക്ക് ചെയ്യുന്നില്ല. UPSCക്കാർ UPSCയിൽ നിൽക്കുന്നു, PSCക്കാർ PSCയിൽ നിൽക്കുന്നു. ദേവനാരായണൻ ആദ്യം UPSC പഠിക്കാൻ വേണ്ടി PSC പഠിക്കുന്നു, PSC പഠിച്ചിട്ട് UPSCയിൽ വരുന്നു, UPSCയിൽ നിന്ന് KS കയറുന്നു. അപ്പം യു ആർ ജസ്റ്റ് മൂവിങ് അക്രോസ് ദീസ് ബൗണ്ടറീസ്. നമ്മളൊരു കൺവെൻഷണൽ ബൗണ്ടറീസ് മൊത്തം പൊട്ടിച്ച് കളയാണ്. അപ്പം എന്തുകൊണ്ട് അത് അങ്ങനെ ഇത് പൊട്ടിച്ച് കളയാനുള്ള ഒരു പ്ലാൻ ചെയ്തതാണോ, അതോ എങ്ങനെയൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു തത്രപ്പാടിൽ ഇതൊക്കെ അങ്ങ് ചെയ്തു പോയതാണോ? വാട്ട് വാസ് യുവർ തിങ്കിങ് വെൻ യു ഡിഡ് ഓൾ ദിസ്? ആൻഡ് അത് എത്രത്തോളം ഒരു സ്മാർട്ട് അപ്രോച്ച് ആയിരുന്നു എന്നൂടെ ദേവനാരായണന്റെ ഒരു അഭിപ്രായം പറയും. സാർ, അത് UPSC ആണ് ലക്ഷ്യം. പക്ഷെ UPSCയിലോട്ട് എടുത്ത് ഡയറക്റ്റ്ലി വരാനുള്ള ഒരു ധൈര്യം ഇല്ല. ഒരുപാട് ആളുകളാൽ ബന്ധപ്പെട്ട ഒരാളാണല്ലോ ഞാൻ. അപ്പൊ എനിക്കൊരു ഫാമിലി ഉണ്ട്. ഞാനിങ്ങനെ പഠിക്കണം എന്ന് പറഞ്ഞാൽ അവരെ ആരും എതിർക്കില്ല. പക്ഷെ എത്ര നാൾ? അത് അങ്ങനെ ചോദ്യം ഉണ്ടല്ലോ. ഇതിനൊരു അവസാനം ഇല്ലേ? വീട്ടുകാർക്ക് മനസ്സിലാവും, പക്ഷെ എല്ലാവരെയും കൺവിൻസ് ചെയ്യാൻ പറ്റില്ല. അതൊരു വലിയൊരു ടാസ്ക് തന്നെയാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എനിക്ക് ഒരു ജോലി വാങ്ങണം. ജോലി വാങ്ങിയിട്ട് ആ പൈസ വെച്ചിട്ട്, ശമ്പളം കിട്ടുന്ന പൈസയിൽ കുറച്ച് പൈസ സേവ് ചെയ്യുക, ഒരു 6 മാസം സേവ് ചെയ്യുക, ഏതെങ്കിലും ഒരു അക്കാഡമിയിൽ PCM കോച്ചിങ്ങിന് ചേരുക. ഇതാണ് എൻ്റെ പ്ലാൻ. ഇതാണ് ബേസിക് പ്ലാൻ. അങ്ങനെ ഞാൻ PSC പഠിക്കുകയാണ്. PSC പഠിച്ചപ്പോഴാണ് ഇങ്ങനെ സ്കോളർഷിപ്പ് എക്സാംസ് ഉണ്ട്, പൈസ കൊടുക്കാതെ പഠിക്കാമെന്നൊരു ഐഡിയ വരുന്നത്. അങ്ങനെയാണ് പിന്നെ ഈ സ്കോളർഷിപ്പിലേക്ക് വരുന്നത്. അപ്പോൾ പിന്നെ പൈസ എന്നുള്ളത് നമുക്ക് കഴിവുണ്ടെങ്കിൽ നമുക്ക് എവിടെയും പഠിക്കാൻ. അപ്പം എന്തായാലും PSC ഒരു വർഷം പഠിച്ചപ്പോൾ തന്നെ എനിക്കൊരു ജോലി കിട്ടാനുള്ള റാങ്കിലേക്ക് എത്തും എന്നുള്ള കുറച്ച് എക്സാംസ് ഞാൻ എഴുതിയിരുന്നു. അപ്പം ഇനിയിപ്പോൾ അതിൻ്റെ മറ്റ് പ്രൊസീജിയേഴ്സോ കഴിഞ്ഞ് ഒരു 6 മാസമോ കഴിഞ്ഞിട്ട് ഞാൻ PSC അവസാനിപ്പിച്ചാൽ പോലും ഒരു മിനിമം 6-8 മാസം കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റിൽ വരും. ആ സമയം കളയാൻ പറ്റില്ല. ഈ സമയം UPSC തുടങ്ങണം. അങ്ങനെ ഞാൻ PSC ഒരു വർഷത്തെ പഠനം കഴിഞ്ഞിട്ട് തുടങ്ങുമായിരുന്നു UPSCയുടെ പ്രിപ്പറേഷൻ. UPSCയുടെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അത് PSC തന്നെയായിരുന്നു അതിൻ്റെ ബേസ്. അതിലൊരു സംശയമില്ല. ഇപ്പം എൻ്റെ അടുത്ത് എന്താ പറയുക, ബർദോളി സത്യാഗ്രഹം ചോദിച്ചാൽ എനിക്കറിയാം, അല്ലെങ്കിൽ ചമ്പാരൻ ചോദിച്ചാൽ എനിക്കറിയാം, ഈവൻ എന്താ പറയുക ക്വിറ്റിൻ്റെ എനിക്കറിയാം. അപ്പോൾ UPSCക്ക് എന്താണോ വേണ്ടത് എനിക്ക് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. എന്താ പറയുക, ഈ പൊളിറ്റിയിലാണെങ്കിൽ 1773 റെഗുലേറ്റിംഗ് ആക്ട് അറിയാം, ഈവൻ എന്താ പറയുക ലാസ്റ്റിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് അറിയാം, പാർലമെന്റ് അറിയാം. അപ്പോൾ PSC എന്ന് പറയുന്നത് പണ്ടത്തെ PSC അല്ല. അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ UPSCയിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണ്. ഞാൻ ഈ PSC പഠിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്നെ ഒരുപാട് പേര് എതിർത്തു. എൻ്റെ അമ്മ ആദ്യം എന്നോട് പറഞ്ഞു, ഇത് വേണോ, നമുക്ക് ബാങ്കിങ് IBPS ഒക്കെ നോക്കിയാൽ പോരെ. അപ്പം ഞാൻ പറഞ്ഞു, അത് തൽക്കാലം ആരോടും പറയണ്ട. ഞാൻ ഇത് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് സിവിൽ സർവീസിലേക്ക് ഞാൻ വീണ്ടും ഒരു എന്താ പറയുക ഒന്നേം തുടങ്ങേണ്ടി വരും. കാരണം ഈ പറയുന്ന SSCക്ക് അങ്ങനെ പാറ്റേൺ അല്ല. പക്ഷേ PSCയുടെയും UPSCയുടെയും സിലബസ് എടുത്ത് അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാവും, വലിയ UPSCയുടെ ചെറിയ ഒരു മകൻ, അതാണ് PSC ഇപ്പോഴത്തെ സിലബസ്. PSC നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ UPSCയിലേക്കുള്ള എല്ലാം ഒരുവിധമായി. പിന്നെ ഏൻഷ്യന്റ് ഇല്ല, മിഡീവൽ ഇല്ല എന്നൊരു വ്യത്യാസമുണ്ട്. ഓക്കെ, പിന്നെ മാത്സ് നമുക്ക് CSAT-ന് ബേസ് ഉണ്ടാവുന്നുണ്ട്. CSAT-ന്റെ ക്വസ്റ്റ്യൻസ് അല്ല, പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ഇവിടെ ഇല്ല, എന്നാലും അവിടെ ബേസ് ആവുന്നുണ്ട്. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് ഈ പൊളിറ്റിയാണ്. പൊളിറ്റി വലിയ ഒരു ഫൗണ്ടേഷൻ ആയിട്ടാണ് ഞാൻ UPSCയിലേക്ക് വരുന്നത്. ഇങ്ങനെ UPSC പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പല ഡിഗ്രി ലെവൽ എക്സാംസും പിന്നെ ഇങ്ങനെ നമുക്ക് ധൈര്യമായിട്ട് എഴുതാമല്ലോ, കാരണം ഒരു ഫൗണ്ടേഷൻ ഉണ്ട്. അതിനിടയിലാണ് ഈ KS വിളിക്കുന്നത്. അപ്പോൾ KS എന്ന് പറയുമ്പോൾ KSന് വേണ്ടുന്ന ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ PSCയുടെ നോളജും UPSCയുടെ ആൻസർ റൈറ്റിംഗ്. UPSCയുടെ നോളജ് ഒബ്വിയസ്ലി വേണം. പക്ഷെ ഇപ്പോൾ UPSC ആയി അത്ര ഗ്യാപ്പ് ഇല്ലാത്തതുകൊണ്ട് PSCയുടെ നോളജ് എന്ന് ചുരുക്കി പറയാം. അപ്പോൾ PSCയുടെ നോളജ് ഉള്ള ഒരാളാണ് ഞാൻ. UPSCയുടെ ആൻസർ റൈറ്റിംഗ് ഇവിടെ സെറ്റായി വരുന്നു. അപ്പോൾ പിന്നെ KS എന്നുള്ളത് എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല. KSന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് എനിക്ക് വേണ്ടി സെറ്റ് ചെയ്ത പോലെ എനിക്കിപ്പോൾ തോന്നുന്നു. KSന്റെ ക്വസ്റ്റ്യൻ പേപ്പർ മെയിൻസ്, കാരണം ഫസ്റ്റ് പേപ്പർ തന്നെ ഹിസ്റ്ററിയാണ്, ഫുൾ ഹിസ്റ്ററിയാണ്. ഒരു ഓപ്ഷനിൽ എടുത്ത ആർക്കും അഡ്വാൻറ്റേജ് ഇല്ലാത്തൊരു കാര്യം എനിക്ക് അവിടെ കിട്ടി. എനിക്കത് ഇവിടെ ഉപകരിച്ചു. ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഈ പറയുന്ന ഒരു 20 ക്വസ്റ്റ്യനിൽ 8 ക്വസ്റ്റ്യൻ കേരള ഹിസ്റ്ററി മാറ്റി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം, അതിപ്പോൾ ചേര ഡൈനാസ്റ്റിയുടെ ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, ഹൗ ചേര ഡൈനാസ്റ്റി എക്സ്പാൻഡഡ് ദി മാരിടൈം ട്രേഡ് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ
ഓസ്ട്രിയ ഹംഗറിയുടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. പിന്നെ INC വേഴ്സസ് INC 1929 സെഷൻ വേഴ്സസ് 1931 അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത്ര എനിക്ക് ഓർമ്മ വരുന്നുള്ളൂ. അങ്ങനെ എല്ലാ ക്വസ്റ്റ്യനും അശോകയുടെ ദമ്മ എന്ന് പറയുന്ന പോളിസി റിലീജിയസ് ആണോ പൊളിറ്റിക്കൽ ആണോ, ഇതെല്ലാം UPSC ഹിസ്റ്ററി ഓപ്ഷണൽ ഉള്ളതാണ്. നമുക്കത് എഴുതുന്ന സമയത്ത് മറ്റ് ആസ്പിറൻസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അശോകന്റെ പോളിസിയെക്കുറിച്ച് എഴുതുമ്പോൾ എക്സാമ്പിളായിട്ട് റോക്ക് എഡിക്റ്റ് 13 അല്ലെങ്കിൽ പില്ലർ എഡിക്റ്റ് ഇങ്ങനെ കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ RS ശർമ്മ പറഞ്ഞ ഒരു കോട്ടോ അല്ലെങ്കിൽ റോമിലോ താപ്പർ പറഞ്ഞൊക്കെ ഇതിന്റെ വാല്യൂ അഡീഷൻ ആയിട്ട് കൊടുക്കാൻ പറ്റും. കേസിന് അങ്ങനെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ പോയാലും ഓപ്ഷണൽ പഠിച്ചതും UPSCക്ക് ഉപകരിച്ചില്ലെങ്കിൽ ഇതിന് ഉപകരിച്ചു, PSC നോളജ് ഇതിന് ഉപകരിച്ചു, ആൻസർ റൈറ്റിംഗ് ഇതിന് ഉപകരിച്ചു. പിന്നെ മൊത്തത്തിൽ യൂട്യൂബിലുള്ള ഒരുപാട് ഫ്രീ റിസോഴ്സ് ഉണ്ട്, ടെലഗ്രാമിലുണ്ട്. ഇതിന്റെ എല്ലാത്തിൻ്റെയും കൂടെ പ്രോഡക്റ്റാണ്. ഇപ്പൊ കിളിമാനൂര് ജീവിക്കുന്നതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു ഹിസ്റ്റോറിക്കൽ ഇതുണ്ടല്ലോ. ഇപ്പൊ 1960s 70s ഇൻസർജൻസി നടന്നൊരു നാടാണ്, ഭയങ്കര പ്രശ്നമായ സ്ഥലമാണ്. രാജാരവിവർമ്മയുടെ നാടാണ്, പിന്നെ ഒരുപാട് പ്രശസ്തരായിട്ടുള്ള മനുഷ്യരുള്ള നാടാണ്. ഇപ്പോൾ പാട്ടുകാരായിക്കോട്ടെ അല്ലെങ്കിൽ സിനിമ ആക്ടേഴ്സ് ആയിക്കോട്ടെ. അപ്പോൾ ഇതിന്റെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു തുകയാണ്, ഇത് ഒന്നിലൊതുങ്ങുന്നതല്ല. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ജേണി ഫുൾ ഒരു എല്ലാത്തിനും ഒരു ഔട്ട്പുട്ട്. മനസ്സിലായി. എനിക്ക് തോന്നുന്നു മറ്റേ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുക മറ്റേ സ്ലം ഡോഗ് മില്യണയർ സിനിമയുണ്ടല്ലോ. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കോമൺ എക്സാമ്പിൾ UPSC പ്രിലിംസ് എങ്ങനെ ജയിക്കണം എന്നുള്ളതിന് ഞാൻ ഒരു എക്സാമ്പിളായിട്ട് പറയുന്നതാണ്. ഇറ്റ്സ് നോട്ട് നിങ്ങൾ ആ ഒരു കഴിഞ്ഞ 6 മാസം പഠിക്കുന്നു അല്ല 1 വർഷം പഠിക്കുന്നു വെച്ചിട്ടല്ല നിങ്ങൾ പ്രിലിംസ് പാസ്സാകാൻ പോകുന്നത്. നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങൾ കണ്ടതും കേട്ടതും ആ ഒരു 2 മണിക്കൂർ എന്താണ് ഒരു സമയോചിതമായി പ്രയോഗിക്കാനുള്ള ഒരു കഴിവെന്നുള്ളൊരു സാധനമാണ്. ഇപ്പം ദേവനാരായണനും എല്ലാം KS റാങ്ക് 1 വേണ്ടി പഠിച്ചല്ല അല്ലേ, എന്തൊക്കെയോ. പക്ഷെ ഒരു ക്ലിയർ ഒബ്ജക്റ്റീവ് ഉണ്ടായിരുന്നു, ഒരു ഡയറക്ഷൻ ഒക്കെ ഭയങ്കര കറക്റ്റ് ആണ്. UPSC KS ഇതെല്ലാം ഒരേ മറ്റേ കസിൻസ് ആണല്ലോ എല്ലാവരും. അപ്പൊ ആ ഒരു ഡയറക്ഷനിൽ ബെസ്റ്റ് ഒരു എഫേർട്ട് ഇട്ടു. ആ എഫേർട്ട് ഇതിനെല്ലാത്തിനും ഒരു ഗുണകരമായി വന്നു. ഫൈനൽ ഈ ഒരു റൗണ്ടിൽ ഇപ്പൊ KS ഫസ്റ്റ് ആയിട്ട് നിൽക്കുന്നു. അപ്പൊ നമ്മൾ ഇതുകൊണ്ടൊന്നും ഇവിടെ നിൽക്കുമെന്നും നമുക്കാർക്കും തോന്നുന്നില്ല. വി ആർ ഹോപ്പിംഗ് യു വിൽ റിപ്പീറ്റ്. ഇപ്പം മാലിനി ശ്രീക്കൊക്കെ സംഭവിച്ച പോലെ ഒരു അടുത്ത വർഷം ഒരു UPSC റിസൾട്ട് ഒക്കെ നമ്മുടെ ഒരു പ്രതീക്ഷയിലുള്ള ഒരു കാര്യമാണ്. സോ ദാറ്റ് ഈസ് ദർ. വി ഓൾ ഹോപ്പ് യു അച്ചീവ് ദർ. കാര്യം ഒരു കൈൻഡ് ഓഫ് ഒരു ക്ലാരിറ്റി ഉണ്ടല്ലോ. കാര്യം ഇപ്പം ദേവനാരായണൻ പറയുന്നില്ല, അമ്മ ചോദിച്ചു ഇത് വേണോ നമുക്ക്. കാര്യം അതാണ് ഞാൻ മുമ്പേ ചോദിച്ചതിന്റെ കാരണം അതാണ്. കാര്യം ഞാനിത് ഒത്തിരി പേര് ഇത് പറയുന്നത് കണ്ടിട്ടുണ്ട്. PSC എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മൊത്തത്തിൽ അങ്ങ് താഴും. എൻ്റെ ഒരു പേഴ്സണൽ ഇപ്പം ഞാനിപ്പോൾ 10 വർഷമായിട്ട് ഇപ്പോൾ UPSC ബാക്ക്ഗ്രൗണ്ട് ആണ്, ബൈജൂസിൽ വർക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഞാനൊരു PSC സ്ഥാപനത്തിലോട്ട് പോയപ്പോൾ നീ എന്തിനാണ് PSCയിൽ പോയത്? അപ്പം എനിക്ക് അവിടെ പോയതിന് വേറൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. ഞാനൊരു ഇൻ്റഗ്രേഷൻ അങ്ങനെ ഒരു ലോജിക്കിൽ പോയതാണ്. അതൊന്നും അറിയാനും പഠിക്കാനും ഒക്കെ ആയിട്ട് ഞാൻ പോയതാണ്. പക്ഷെ എന്നെ അറിയാവുന്നവർ തന്നെ നീ എന്തിനാണ് നീ ഇത് ചെയ്യുന്നത് എന്നുള്ളൊരു സാധനമാണ്. അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്, അത്യാവശ്യം സ്റ്റാൻഡേർഡുള്ള പരീക്ഷ എന്തിനാണ് നാട്ടുകാരെല്ലാം ഇങ്ങനെ പുച്ഛിക്കുന്നത് എന്നുള്ളൊരു സാധനം. ബട്ട് സംഹൗ യു ഗോട്ട് ദാറ്റ് ക്ലാരിറ്റി അല്ലേ. ഒരു ചുറ്റുമുള്ള ആർക്കും ഇല്ലാഞ്ഞ ഒരു ക്ലാരിറ്റി ദേവനാരായണൻ അത് കിട്ടിയ ഐ ഡോണ്ട് നോ, അത് ചിലപ്പോൾ ഒരു ഭാഗ്യമായിരിക്കും, അല്ലെങ്കിൽ എന്താ യു ആർ സീയിങ് സംതിങ് ദാറ്റ് അതേഴ്സ്. അതിലൊരു വലിയ പങ്കം വഹിച്ചത് iLearn പോലുള്ള ഇത്തരം അക്കാഡമീസിന്റെ യൂട്യൂബ് വീഡിയോസ് ഉണ്ടല്ലോ. ടോപ്പേഴ്സിനെ ഞാൻ ഒരുവിധം എല്ലാം കണ്ടിട്ടുണ്ട്, എല്ലാ ടോപ്പേഴ്സിന്റെയും കാണും. ഞാൻ ചെയ്യുന്നത് വീഡിയോസ് എല്ലായിരുന്നു കാണുക. ഇതിൽ എനിക്ക് സ്യൂട്ടബിൾ ആവുന്ന ഒരു ടോപ്പറിന്റെ ഒറ്റ പോയിന്റ് കിട്ടുള്ളൂ. അവർ ചിലപ്പോൾ ഉപയോഗിച്ചിരുന്ന മെറ്റീരിയൽ ഇതാണ്. മറ്റൊരു ടോപ്പർ ചിലപ്പോൾ എന്താ പറയാ അവരുടെ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഒരു 50 ടോപ്പേഴ്സിന് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു 50 പോയിന്റ് കിട്ടും. ഇതിൽ ആവശ്യമുള്ള ഒരു 10 പോയിന്റ് എടുക്കുക, 5 എണ്ണം പ്രോപ്പറായിട്ട് ചെയ്യുക, നമുക്ക് വേണ്ടുന്ന അവിടെ റെഡി. വെരി സ്മാർട്ട് തിങ്. കാര്യം എല്ലാവരും മറ്റേ UPSC ജേണിക്കകത്ത് നമ്മൾ ഒരു ഡൗൺ ആകുമ്പോഴാണല്ലോ നമ്മൾ ഈ റീലൊക്കെ കണ്ട് ഇങ്ങനെ മറ്റേ മനസ്സ് ഇതായിപ്പോ ഒരു സമാധാനത്തിന് വേണ്ടിയാണ് കാണുന്നത്. ബട്ട് യു സോ ഇറ്റ് ആസ് എ വെരി സ്ട്രാറ്റജിക് തിങ് അല്ലേ. അങ്ങനെ നമുക്കൊരു ഇൻഫർമേഷൻ ഗെയിൻ ചെയ്യാൻ ഉപയോഗിച്ചു. എല്ലാ ടോപ്പേഴ്സിനെ ഫോളോ ചെയ്യുമ്പോൾ ഇൻസ്റ്റാഗ്രാം തന്നെ ടോപ്പേഴ്സിന്റെ വീഡിയോസ് കാണിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഈവൻ ഈ ഒരു പർട്ടിക്കുലർ പോഡ്കാസ്റ്റ് പോലും അങ്ങനെ ആർക്കെങ്കിലും നാളെ ഉപകാരപ്പെട്ടെ എന്നുള്ളതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതിന്റെ ഒരു ഇതായിരുന്നു. കാര്യം ആ ഒരു ക്ലാരിറ്റി ഇപ്പൊ ദേവനാരായണനുള്ള ഒരു ക്ലാരിറ്റി ഇതുപോലെ ഒത്തിരി ഏതൊക്കെയോ ടോപ്പേഴ്സ് പറഞ്ഞ സാധനമാണ് അല്ലേ. അപ്പം ആ ഒരു അന്ന് ടോപ്പറിനെ കണ്ടിട്ട് ഇന്നിപ്പോ ടോപ്പർ ആകുക എന്ന് പറയുമ്പോൾ ഇതൊരു ഫുൾ സൈക്കിൾ ഇങ്ങനെ കംപ്ലീറ്റ് ആയി നിൽക്കുന്ന ഒരു പോയിന്റാണ്. ഞാൻ വേറൊരു കാര്യം എനിക്ക് അറിയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഈ ഒരു ജേർണിയുടെ ഇപ്പുറം എത്തി നിൽക്കുമ്പോൾ ഈ ബൗണ്ടറി ക്രോസ് ചെയ്ത് വിജയിച്ച് കഴിയുമ്പോൾ ദർ ഈസ് സോ മച്ച് ഓഫ് സപ്പോർട്ട്. ബട്ട് ഇതിനകത്തൂടി പോകുമ്പോഴത്തേക്ക് ഒരു സെൽഫ് ഡൗട്ട് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് എല്ലാവർക്കും ഉള്ളതാണ്. നമ്മളെ കൊണ്ട് ഇത് പറ്റുമോ? അതിപ്പം എനിക്ക് എൻ്റെ ഒരു ജേർണിയിലൊന്ന് ദേവനാരായണൻ പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഒരു UPSC എന്ന് പറയുന്ന ഒരു ആസ്പിറേഷൻ മനസ്സിൽ വെക്കും. ഇപ്പോൾ ദേവനാരായണൻ എന്താണ് ചൈൽഡ്ഹുഡ് തൊട്ടേ അങ്ങനെ ഫസ്റ്റ് റാങ്ക് കിട്ടി അങ്ങനെ വന്ന ഒത്തിരി എന്താണ് അങ്ങനെ ഒരു ചരിത്രമുള്ള ആളാണോ? അപ്പോൾ ആ ഒരു ചരിത്രം ഇല്ലെങ്കിൽ എങ്ങനെയാണ് എന്നെ കൊണ്ട് ഇത് പറ്റും എന്നുള്ളൊരു ചോദ്യത്തിന് എന്തായിരുന്നു ഉത്തരം? അല്ലെങ്കിൽ ആ ഒരു സെൽഫ് ഡൗട്ട് കോൺസ്റ്റന്റ്ലി ഉണ്ടായിരുന്നോ? അതിനെ മറികടന്ന് എങ്ങനെയാണ്? ആ ഒരു കാര്യം ഒന്ന് പറയൂ. സാറേ, ഇത് UPSC എന്നുള്ളത് എൻ്റെ
എഞ്ചിനീയറിങ്ങിൻ്റെ 2ാമത്തെ വർഷം കോവിഡ് ടൈമിൽ വീട്ടിലിരിക്കുമ്പോൾ തോന്നുന്നൊരിതാണ്. കാരണം എനിക്ക് ഈ ഒരു ട്രാക്ക് മാറണമെന്നൊരു ഐഡിയ വന്നിരുന്നു. എഞ്ചിനീയറിംഗ് ട്രാക്ക് മാറണം, ഒരു ട്രാക്ക് മാറാൻ തീരുമാനിച്ചു. അപ്പോൾ PSC ആണ് നമുക്ക് തുടങ്ങാൻ പറ്റുന്നത്. UPSC എന്ന് പറയുമ്പോൾ അത് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു സമയമായിരുന്നു. നമുക്ക് പറ്റില്ല, അതൊക്കെ വലിയ ആളുകൾ പറയാൻ പറ്റത്തില്ല. സാർ അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അമ്മയുടെ ഒരു എന്താ പറയാ, ഈ ഒരു കഥ നമ്മൾ കേൾക്കില്ലേ, ഈ ചതുരംഗം കളിക്കുമ്പോൾ ഉന്തും താളെ ഉന്ത് എന്നൊരു ഇതുണ്ടാവും. അത് കേട്ട് രാജാവ്, ഈ വൈഫ് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് രാജാവ് അത് മാറ്റുന്നു, ജയിക്കുന്ന പോലെ. അപ്പൊ അമ്മ ഇങ്ങനെ നിരന്തരം പറയും, നിനക്ക് പറ്റും, നിന്നിലൊരു ഇതുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് അത് സ്കൂളിൽ മാർക്ക് വാങ്ങുന്ന പോലെ അല്ല, ഇപ്പോൾ A+ വാങ്ങുന്ന പോലെ അല്ല UPSCയിലേക്ക് വരുമ്പോൾ. പക്ഷേ നിരന്തരം ഇങ്ങനെ പറയും, നിന്നെ കൊണ്ട് പറ്റും, എല്ലാ മനുഷ്യരും ഒരുപോലെയാണ്, എല്ലാവർക്കും ഒരേ ബുദ്ധിയാണ്, പക്ഷെ അത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്. എന്നിട്ട് അമ്മ പണ്ട് പഠിച്ചിരുന്ന കാര്യങ്ങളും ഇങ്ങനെയൊക്കെ അമ്മയുടെ ഫാക്കൽറ്റീസ് എന്നെയും പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അമ്മയോടുള്ളൊരു സ്നേഹം എന്നോടുണ്ട്. അപ്പം ഇങ്ങനെ വളർന്നു വന്നൊരു രീതിയാണ്, ഇങ്ങനെയാണ് ഞാൻ വളർന്നു വന്നത്. അപ്പോൾ ട്രാക്ക് മാറുന്നു എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് ഇതിലേക്ക് കാലെടുത്ത് വയ്ക്കാം, ഒരു ബാക്കപ്പ് വേണം എന്നുള്ള രീതിയിലാണ് പോയത്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ചിന്തയില്ല. സ്കൂളിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, സച്ചിൻ. അവനാണ് ആദ്യമായിട്ട് സിവിൽ സർവൻ്റ് ആകണം, അല്ലെങ്കിൽ സിവിൽ സർവീസ് ക്ലിയർ ചെയ്യണമെന്ന് പറയുന്നത്. അപ്പം ഞാൻ പറയുന്നത് എനിക്ക് എഞ്ചിനീയർ ആവണം, ഇതായിരുന്നു ആഗ്രഹം. പിന്നീട് സംഭവിച്ചത്, ഞാൻ എഞ്ചിനീയറിംഗിലേക്ക് പോയി, അവൻ ഇപ്പോൾ MBBS കഴിഞ്ഞ് ഡോക്ടറാണ്. അവനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ ഇത് പഠിക്കാം. അപ്പോൾ അങ്ങനെയുള്ള എൻ്റെ കൂട്ടുകാരിൽ നിന്നാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നത്. പിന്നെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ പഠിക്കാൻ ആഗ്രഹിച്ചിരുന്നു. ഞാൻ 10ൽ മാർക്ക് പറയുകയാണെങ്കിൽ A+ ഉണ്ടായിരുന്നു, +2 A+ ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും അല്ല UPSC, ഇത് വേറെയാണ്. അപ്പോൾ ഇതിനു വേണ്ടി പിന്നീട് ഒരു സ്കിൽ ഒന്നുകൂടെ റീസെറ്റ് ചെയ്തെടുക്കുകയായിരുന്നു. കോവിഡിൻ്റെ വരവോടുകൂടി എല്ലാം ഓൺലൈനായിരുന്നു. ആ ഓൺലൈൻ ആയില്ലെങ്കിൽ ഇപ്പോൾ എനിക്കിവിടെ ഇരിക്കാൻ പറ്റില്ല, അത് 100% ഞാൻ പറഞ്ഞു. iLearnന്റെ ക്ലാസ് ഉൾപ്പെടെ ഞാൻ ഓൺലൈനാണ് കണ്ടത്. ഓഫ്ലൈൻ വന്നിരുന്നാൽ ഞാൻ ഉറങ്ങും. അതിന് എത്ര അടിപൊളി ഫാക്കൽറ്റി ആണെങ്കിലും എനിക്ക് ശ്രദ്ധിച്ചിരിക്കാൻ പറ്റില്ല. ഒരു 10-15 മിനിറ്റ് അവരെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. സാധാരണ നമ്മളെപ്പോഴും തിരിച്ചാ കേൾക്കുന്നത്, ഓഫ്ലൈൻ ആണ് പിള്ളേർ ശ്രദ്ധിക്കുക, ഓൺലൈൻ ആണ് ഉറങ്ങുന്നുള്ളതല്ല. എനിക്കത് പറ്റില്ല. സ്കൂളിൽ പഠിക്കുമ്പോൾ പറ്റുമായിരുന്നു, പക്ഷേ ഇപ്പം എനിക്കത് പറ്റുന്നില്ല. കുറച്ച് നേരം ഞാൻ അവരെ ശ്രദ്ധിച്ചിരുന്നാൽ ഒരു 5 മിനിറ്റെങ്കിലും എനിക്കൊന്ന് വേറെ ചിന്തിച്ച് വരുമ്പോൾ ഇവർ ഇത് കഴിഞ്ഞു. പ്രത്യേകിച്ച് നിഖിൽ സാറിൻ്റെ ക്ലാസ് എനിക്ക് ഓൺലൈൻ ഇരുന്നത് കൊണ്ടാണ് എനിക്കത് ഫോളോ ചെയ്യാൻ പറ്റിയത്. ഓഫ്ലൈൻ ആണെങ്കിൽ ഞാൻ ഇവിടെ iLearn നിർത്തി പോയേനെ, എന്നെ കൊണ്ടത് പറ്റില്ല. അപ്പോൾ അങ്ങനെ കാര്യങ്ങളെല്ലാം അനുകൂലമായിട്ട് വന്നു. ഭാഗ്യത്തിന് വീട്ടിൽ വൈഫൈ ഉണ്ട്, ഇവിടുത്തെ ക്ലാസ് എനിക്ക് എത്ര വേണമായിരുന്നു കാണാം. ഇവിടുത്തെ ക്ലാസ് കഴിയുമ്പോൾ അത് സെഷൻ എൻഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് കൊടുത്ത് അങ്ങനെ മാർക്ക് ചെയ്ത് വെക്കാൻ പറ്റും. ഓഫ്ലൈനാണ് വരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു ക്ലാസ് വരാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അത് പോയി, എല്ലാം കയ്യിൽ നിന്ന് പോയി. എല്ലാവരും പറയും ഇങ്ങനെ ക്ലാസ് കാണാതെ കൂട്ടിയിട്ടിരുന്നാൽ പിന്നെ അത് കണ്ടു തീർക്കാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷെ ഞാൻ അങ്ങനെ ആയിരുന്നില്ല. എനിക്കൊരു മിനിമം ഇപ്പോൾ ജോഗ്രഫിയാണ് പഠിക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു 10-15 ക്ലാസ്സുകൾ, ഒരു 2 മണിക്കൂർ വീതമുള്ളത് എങ്ങനെ ഉണ്ടെങ്കിലേ എനിക്ക് എൻ്റെ മനസ്സിലൊരു ഐഡിയ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, 30 മണിക്കൂറെങ്കിൽ ഞാൻ ഒരു ദിവസം ഒരു 5 മണിക്കൂർ ഇൻവെസ്റ്റ് ചെയ്ത് 6 ദിവസം കൊണ്ട് തീർക്കാം. അങ്ങനെ ഒരു ഐഡിയ ഈ ഒരു രീതിയിൽ കാലഘട്ടം അനുകൂലമായി വന്നു. അതായത് കോവിഡ്. എനിക്കൊരു ടാബ് വാങ്ങാൻ പറ്റി, അത് മറ്റൊരു കാര്യം. ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടായിരുന്നു, ഇവിടുത്തെ നല്ല ഫാക്കൽറ്റീസിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ടോപ്പേഴ്സ് യൂട്യൂബിലൊരു, ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് കറക്റ്റ് കിട്ടുന്നില്ല, സജാദ് ആണെന്ന് തോന്നുന്നു. യെസ്. പുള്ളി ഇപ്പോൾ നോർത്ത് ഈസ്റ്റ്. പുള്ളിയുടെ വീഡിയോ കണ്ട് ഞാനിരുന്ന് കരഞ്ഞിട്ടുണ്ട്. രാവിലെ ഒരു 7:30 മണിക്ക് രാവിലെ ഉറക്കം എഴുന്നേറ്റ് വന്ന് പുള്ളിയുടെ വീഡിയോ ഞാനിരുന്ന് കണ്ട് ഇങ്ങനെ കണ്ണ് നിറയാണ്. ആ പുള്ളിയുടെ വീഡിയോ സാറിന് ഓർമ്മയില്ലെങ്കിൽ സാറൊന്ന് കണ്ടു നോക്കണം. ഓക്കെ, അതും ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. അങ്ങനെ എല്ലാം കൂടെ ചേർന്ന് വന്നു. ഈ സാറിൻ്റെ വീഡിയോ കൊണ്ട് ഞാനിങ്ങനെ ഇരുന്ന് കരയുമ്പോൾ അമ്മ ഇങ്ങനെ വരുന്നു, ഈ കരയുന്ന കാണുന്നു, എന്തിനെന്ന് ചോദിക്കുന്നു. അപ്പോൾ അമ്മയെ വിളിച്ചിരുത്തി കാണിക്കുന്നു. അങ്ങനെ എല്ലാ ഇതും കൂടെ ഒത്തു വന്നു. അങ്ങനെയായി. സ്കൂളിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ ഒരു സ്വപ്നം ഇല്ലായിരുന്നു, പിന്നീട് അത് റെഡി ആയതാണ്. അപ്പൊ ഈ പഠിക്കുന്നതിന്റെ ഇടയിൽ ഇപ്പം ആദ്യത്തെ പ്രാവശ്യം കുറെ ഭാഗ്യത്തിന്റെയും എഫേർട്ടാണ് മെയിൻ. പക്ഷെ അതിന്റെ കൂടെ ഒരു ഭാഗ്യവും കൂടി തുണയ്ക്കുന്നുണ്ട്. പ്രിലിംസ് ജയിക്കുന്നു, പക്ഷെ മെയിൻസ് കയറുന്നില്ല. അപ്പൊ KSന്റെ ഈ ഒരു സന്തോഷം ഒന്നും നമുക്ക് ഒത്തിരി മുമ്പിലാണ്. സാർ, അതാണ് പറയാനുള്ളത്. ഇപ്പൊ KS വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ UPSC തകർന്നിരിക്കുന്ന അടുത്ത പ്രിലിംസിന് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ആസ്പിറന്റ് ആണ് ഇത് വന്നത്. അതൊക്കെ ഭാഗ്യമല്ലാതെ എന്ത് പറയാനാണെന്ന്. അല്ലാതെ ചോദിച്ചാൽ അപ്പൊ ആ ഒരു മെയിൻസ് ഇപ്പം
ക്ലിയർ ആയില്ല. അപ്പൊ ആ ന്യൂസ് അറിഞ്ഞപ്പോഴത്തേക്ക് ഹൗ ഡിഡ് യു മാനേജ് ഇറ്റ്? ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടോ? എങ്ങനെയാണ് ഇപ്പൊ ടീച്ചേഴ്സ് ആണോ മെന്റേഴ്സ് ആണോ? അപ്പൊ എങ്ങനെയാണ് അതിൽ നിന്ന് പുറത്ത് വന്നത്? കാര്യം അതിൽ നിന്ന് പുറത്ത് വരണമല്ലോ, കാര്യം അതിനകത്ത് സ്റ്റക്കായി പോയാൽ മതി. കാര്യം എനിക്ക് ഒത്തിരി ഞാൻ തന്നെ പേഴ്സണലി ഒരു മെയിൻസ് റിസൾട്ട് നമുക്ക് വർക്ക് ആവാതെ വരുമ്പോൾ കുറെ ഒരു 3-4 മാസം നമ്മുടെ അങ്ങ് പോകും. അപ്പൊ ദേവനാരായണ ആ ലക്ഷറി ഇല്ല. ആ 3-4 മാസം പോയിരുന്നെങ്കിൽ കേസ് ഇപ്പം പാളിപ്പോയേനെ. ബട്ട് ഹൗ ഡിഡ് യു അത്രയും പെട്ടെന്ന് തിരിച്ചു വരാനുള്ള ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു? അല്ല സാർ, ഇത് KS എഴുതുമ്പോ UPSC റിസൾട്ട് വന്നിട്ടില്ല. വന്നിട്ടില്ലല്ലേ? കേസ് മെയിൻസ് എഴുതുമ്പോഴും വന്നിട്ടില്ലല്ലേ? ഇല്ല, UPSC മെയിൻസ് റിസൾട്ട് വരുന്നത് നവംബർ 11-നാണ്. KS ഒക്ടോബർ 17-18 കഴിയുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എനിക്ക് ഉറപ്പായിരുന്നു UPSC എൻ്റെ GS സെറ്റാണ്. അതിന്റെ ഒരു പ്രതിഫലനമാണ് KS കണ്ടത്. GS എനിക്ക് സെറ്റാണ്. പക്ഷേ ഓപ്ഷണലും SI എനിക്ക് ഡൗട്ടായിരുന്നു. ഓപ്ഷണലിൽ ഞാൻ ശരാശരി 50 മാർക്കിന് ചോദിക്കുന്ന മാപ്പ് ഉണ്ട് ഹിസ്റ്ററിയിൽ. 50 മാർക്കിൽ ഇപ്രാവശ്യം വളരെ എളുപ്പമായിരുന്നു മാപ്പ്. 35 മാർക്കൊക്കെ കിട്ടുമെന്നാണ് ഫാക്കൽറ്റീസ് ഒക്കെ പറയുന്നത്. പക്ഷെ എനിക്കൊരു 16 ആ റേഞ്ചിൽ എൻ്റെ മാർക്കേ ഉള്ളൂ. അവിടെ തന്നെ 20 മാർക്ക് UPSC പോകുകയെന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. അപ്പോൾ എനിക്ക് ഓക്കെ, വരട്ടെ, എന്തായാലും അത് വരട്ടെ. ഇപ്പോൾ KS ഇപ്പോൾ പഠിക്കാം, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ഉണ്ട്, അതിന് പഠിക്കാം, അത് കഴിഞ്ഞ് KS പഠിക്കാം. ഈ ഒരു ഇതിൽ പോയി ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ വരുന്നത്. UPSC റിസൾട്ട് രാത്രി പെട്ടെന്ന് വരുന്നു, നല്ല രീതിയിൽ ഡൗൺ ആയി. പക്ഷെ അപ്പോഴും ഞാനിങ്ങനെ പറഞ്ഞത് നവംബർ 11 എന്തായാലും എത്രയും പെട്ടെന്ന് വരും KS റിസൾട്ട്. അത് ഞാൻ നല്ലതുപോലെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ വരട്ടെ, വന്നിട്ട് ബാക്കി തീരുമാനിക്കാം. അങ്ങനെ വീട്ടിലും പറഞ്ഞപ്പോൾ അവരിങ്ങനെ തോറ്റതിൻ്റെ ഒരു ഹാങ് ഓവർ ആണ് എന്ന്. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല, എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ എൻ്റെ അനിയത്തി ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷെ അവളുടെ അടുത്ത് ഞാനിങ്ങനെ പറഞ്ഞിരുന്നു, നമുക്കൊരു ചെറിയ പ്രതീക്ഷയുണ്ട്, നല്ല രീതിയിൽ എഴുതി. കാരണം ഒരുപാട് ഇന്നോവേഷൻസ് അതിൽ ചെയ്തിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ അത് ഞാൻ വെൽ പ്രിപ്പയർഡ് ആയിരുന്നു. ഇവിടെ കുറേ കാര്യങ്ങൾ ചെയ്യണം. ഒന്ന് ലൈൻ ഉള്ള പേപ്പറാണ്. അപ്പോൾ അതിൽ വീണ്ടും ബ്ലാക്ക് ഇട്ട് പടം ഡയഗ്രാംസ് വരയ്ക്കുകയാണെങ്കിൽ അതൊരു സുഖമില്ല. അവിടെ ബ്ലൂ ഉപയോഗിക്കാം. അങ്ങനെയുള്ള വ്യത്യസ്ത, പക്ഷേ ഓൺ സ്ക്രീൻ ഇവാലുവേഷൻ ആയതുകൊണ്ട് ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണോ അവരുടെ കയ്യിലെത്തുന്നത് അറിയില്ല. ഞാൻ ചെയ്യാനുള്ളത് ചെയ്തു. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തു. അങ്ങനെ ഒരു കംബാക്ക് ആയിരുന്നു. സോ നമ്മളിപ്പം ദേവനാരായണന്റെ ഒരു സ്റ്റഡി ജേർണി iLearn KSന് അതിന്റെ ഒരു സപ്പോർട്ടും അതെല്ലാം കേട്ടു. ദേവനാരായൺ ഇതിനകത്തൂടെയുള്ള ഒരു ഇൻഡിവിജ്വൽ ഒരു സ്ട്രഗിളും അതിന്റെ ഒരു ഫൈനൽ വിക്ടറി അതും നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. ആൻഡ് ഇറ്റ്സ് സച്ച് ഒരു ഇൻസ്പിറേഷണൽ ജേർണി തന്നെയാണ്. കാര്യം ഇതിപ്പം സാധാരണ ഒരു UPSCയിലോ അല്ലെങ്കിൽ ഈ ഒരു എക്സാമിലോ ഒക്കെ ഒരു ഇൻസ്പിറേഷൻ്റെ ഒരു അളവ് കൂടുന്നവരുടെ നമ്പർ ഓഫ് അറ്റംപ്റ്റ്സുമായിട്ട് ബന്ധം. കാര്യം കൂടുതൽ അറ്റംപ്റ്റ് വരുമ്പോഴാണല്ലോ കൂടുതൽ കഷ്ടതകൾ ആൾക്കാർ അനുഭവിക്കുന്നത്. അപ്പം ദേവനാരായണന്റെ കേസിൽ അത്രയും അറ്റംപ്റ്റ്സ് ഇല്ലെങ്കിലും ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ആൻ ഇൻസ്പയറിംഗ് ജേർണി. കാര്യം കുറേ ശരികൾ ഞാൻ തുടങ്ങി വെച്ചില്ല. വി ആർ ദ സം ഓഫ് അവർ ചോയ്സസ് അല്ലേ, വി ആർ ദ റിസൾട്ട് ഓഫ് ദ ചോയ്സസ്. അതിൽ 2024 അറ്റംപ്റ്റ് എനിക്ക് UPSC കൊടുക്കാമായിരുന്നു. പക്ഷെ ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ലേ, സിലബസ് കഴിഞ്ഞില്ല, ഒന്നും ആയില്ല. പിന്നെ ഞാനത് 2025 മാറ്റിയായിരുന്നു. അപ്പോൾ അൺഒഫീഷ്യലി 2 അറ്റംപ്റ്റ് കഴിയേണ്ട സമയമായെങ്കിലും ഒഫീഷ്യലി ഒന്നുമില്ല. അതാണ്. അപ്പം ഇങ്ങനെ കുറേ ശരികൾ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാൻ പറ്റി. അപ്പം എനിക്ക് 1-2 കാര്യങ്ങൾ അറിയേണ്ട. ഇത് മെയിൻലി ഒരു അടുത്ത തലമുറ, ഇപ്പം നാളെ ദേവനാരായണൻ ഈ വീഡിയോസൊക്കെ കണ്ട് ഇൻസ്പയർഡ് ആയതുപോലെ നാളെ ഒരു കുട്ടി കാണുമ്പോൾ അവർക്ക് വേണ്ടിയുള്ള ഒരു ചോദ്യമാണ്. ഒന്ന്, ഇനി അങ്ങോട്ട് ഒരു മലയാളി, ഒരു ആവറേജ് മലയാളി UPSCയോ അല്ലെങ്കിൽ ഒരു ഉന്നതതല സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന ഒരു മലയാളി ഈ പരീക്ഷകളെ ഇങ്ങനെ വേർതിരിച്ച് കാണുന്നുണ്ടോ, അതോ ഇതിനകത്തൊരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ടായിട്ടുള്ള അപ്രോച്ച് പോസിബിൾ ആണോ? കാര്യം ദേവനാരായണൻ്റെ കഥ എനിക്ക് ത്രൂ ഔട്ട് എനിക്കിതാണ് തോന്നിയിട്ടുള്ളത്. കാര്യം എൻ്റെ സമയത്തൊന്നും ഇങ്ങനെ നമ്മൾ ആലോചിച്ചിട്ടില്ല. എന്നോട് ഇപ്പോൾ പലതും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഇപ്പം ഭയങ്കര സീനിയർ IPS ഓഫീസറാണ്. അപ്പോൾ അവൻ എന്നോട് എപ്പോഴും പറയണം, നീ അത് എഴുതുക ഇത് എഴുതുക. പക്ഷേ എനിക്ക് അതൊരു താല്പര്യമില്ലായിരുന്നു. ഓക്കെ, എനിക്ക് ഇപ്പം ഞാൻ കപ്പലിലെ ഒരു ജോലി വിട്ടുവരികയാണ്, എനിക്ക് വേണ്ട UPSC അല്ലെങ്കിൽ വേണ്ട എന്നുള്ളൊരിത് എനിക്കെന്തോ അങ്ങനെ ആയിരുന്നു. പക്ഷെ ഒരു വലിയ ശതമാനത്തിന് അങ്ങനെ, എൻ്റെ പേരൻസിന് അമ്മയ്ക്കൊന്നും അങ്ങനെ അല്ലായിരുന്നു. അമ്മയ്ക്ക് ഞാൻ ഇവിടെ പെട്ടെന്നൊരു സർക്കാർ ജോലിക്കാരനെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഐ ഡിഡ്ന്റ് ഗോ ഫോർ ഇറ്റ്. അപ്പം ആ ഒരു കൺഫ്യൂഷനോ അല്ലെങ്കിൽ ഒരു ഉറപ്പുണ്ടല്ലോ, നമുക്ക് ഇങ്ങനെ ചെയ്യാം, UPSC എഴുതാം, KS എഴുതാം, ഡിഗ്രി ലെവൽ PSC എഴുതാം, ഇതെല്ലാം അങ്ങനെ മോശമായ ജോലികളൊന്നും അല്ല. ഇപ്പം സാലറി നോക്കിയാൽ ഇപ്പം അല്ലേ പണ്ടത്തെ പോലെ അങ്ങനെ കേരള PSC അത്ര മോശം സാലറി ഒന്നും അല്ല. ഇതെല്ലാം അത്യാവശ്യം നല്ല സാലറി ഒക്കെ ഉള്ള ജോബാണ്, നാട്ടിൽ നിൽക്കാം. അപ്പോൾ ഇതെല്ലാം ഇതിനൊരു ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച് പോസിബിൾ ആണോ? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇത് ഒറ്റയ്ക്ക് പഠിച്ച് ഇത് പാസ്സാകാൻ പറ്റുമോ? ഒറ്റയ്ക്ക് പഠിച്ച് പറ്റുന്ന ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പഠിക്കുവാണെങ്കിൽ അവരെടുക്കേണ്ട ഒരു സ്ട്രാറ്റജി എന്താണ്? അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ചേരുവാണെങ്കിൽ ഓക്കെ, അവരെ ഒരു കറക്റ്റ് ഡിസിഷൻ മേക്കിങ്ങിന് അവർ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ എങ്ങനെ ജഡ്ജ് ചെയ്യണം? കാര്യം ഇന്നത്തെ കാലത്ത് ഇപ്പം ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ കാര്യം ഇതിനകത്തൊരു കൊമേഴ്ഷ്യൽ ആംഗിൾ ഉണ്ട്. എല്ലാ UPSC കോച്ചിങ് അല്ലെ PSC കോച്ചിങ് സ്ഥാപനം ഇതൊരു ഫോർ ബിസിനസ് അല്ലെ
ഫോർ പ്രോഫിറ്റ് എന്റർപ്രൈസ് ആണ്. കാര്യം ഇവർക്ക് ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കണം, ടീച്ചേഴ്സിന് ശമ്പളം കൊടുക്കണം, അവർക്ക് നിലനിന്നേ പറ്റും. അപ്പം അങ്ങനെ ഒരു കാര്യം ഉള്ളപ്പോൾ തന്നെ ഒരു കേരളത്തിലാണേലും ഇപ്പൊ ഡൽഹിയിലാണെങ്കിലും എല്ലാം ഒരു ഫോൾസ് ക്ലെയിംസ് എന്ന് പറയുന്ന ഒരു സാധനം ഇതിനകത്തെല്ലാം ഉണ്ട്. അപ്പൊ അതിന് നമുക്ക് അതിനകത്ത് പേരെടുത്ത് പറയുന്നതിലൊന്നും അർത്ഥമൊന്നുമില്ല. ഒരു ഇൻഡസ്ട്രിക്ക് അങ്ങനെ ഒരു അധപ്പതനം ഉണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ഒരു ആസ്പിറന്റ് ഒരു സ്ഥാപനത്തിന്റെ ഒരു പരസ്യമൊക്കെ കണ്ട് ചെന്ന് ഒരു 6 മാസം കഴിയുമ്പോഴായിരിക്കും ഇവൻ മറ്റേ മഴയത്തോടെ കയറി നിന്ന് ഉള്ളായിരിക്കും എന്ന് അറിയുന്നത്. അത് 6 മാസം കഴിയും, അതിനുള്ളിൽ ഒരു 19,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ പോയി പെട്ടുപോകും. മനസ്സിലായി? കാര്യം എനിക്കൊക്കെ അങ്ങനെ പേഴ്സണലി പറ്റിയിട്ടുണ്ട്. കാര്യം നമ്മൾ ഈ ഒരു വൺസ് ഈ കമ്മ്യൂണിറ്റിക്ക് അകത്ത് വന്നാൽ നമുക്ക് മറ്റേ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഇൻഫർമേഷൻ കമ്മ്യൂണിറ്റിയുടെ പുറത്ത് നിൽക്കുമ്പോൾ സീറോ ആണ്, ഒരു ഇൻഫർമേഷനും കിട്ടത്തില്ല അല്ലേ? അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരു ബിസിനസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു തെറ്റായ ഫോൾസ് ക്ലെയിംസ് നടത്തുന്നു. അതിനെയൊക്കെ എങ്ങനെ നമുക്ക് ഫുള്ളൊന്നും നമുക്ക് വിജയിക്കാൻ പറ്റത്തില്ല. കാര്യം അവർ ഇങ്ങനെ പരസ്യം പുഷ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ യു മെയ്ഡ് റിയലി സ്മാർട്ട് കോൾസ്. അപ്പൊ ദേവനാരായണൻ അങ്ങനെ വേറെ നേരത്തെ കസിനോ അങ്കിളോ ഒന്നും IAS IPS ഒന്നും അല്ല, അങ്ങനെ ആരും ഗൈഡ് ചെയ്യാനൊന്നും ആരും ഇല്ല. യു യുവർ സെൽഫ് ഡിഡ് ഇറ്റ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദേവനാരായണൻ ഒരു ഇൻസ്പിറേഷൻ ആണ്. അപ്പൊ ദേവനാരായണൻ ഇത് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാമെങ്കിൽ വേറൊരു സാധാരണക്കാരൻ നമ്മുടെ നാട്ടിലെ ഒരു ആവറേജ് പയ്യന് അല്ല ഒരു പെൺകുട്ടിക്ക് കണ്ടുപിടിക്കാം. അപ്പൊ അതിനുള്ള ഒരു ഗൈഡൻസ്, ഇത് രണ്ടും ഒരു ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് പോസിബിൾ ആണോ, പിന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ ചൂസ് ചെയ്യുമ്പോൾ എന്തെല്ലാം നോക്കണം? ഓക്കെ സർ, ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് പോസിബിൾ ആണ്. പക്ഷേ അവിടെ നമ്മൾ ആ മൾട്ടിപ്പിൾ എക്സാംസിന്റെ സിലബസ് എന്തെന്ന് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ കേരള PSCയുടെ എക്സാംസും SSCയും കൂടെ ഒരുമിച്ച് പഠിക്കുന്നത് പാടാണെന്നല്ല, അതൊരു നല്ല പാടാണ്, നല്ല ചോയ്സ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അതേസമയം PSCയുടെ ഡിഗ്രി ലെവൽ എക്സാംസും UPSCയും പഠിക്കുന്നത് ഒരു പരിധി വരെ എളുപ്പമാണ്. അതെ, KS കറക്റ്റ് ആയിട്ട് വരും എന്നുണ്ടെങ്കിൽ ഇത് PSCക്ക് പഠിക്കുന്നവർക്കും UPSCക്ക് പഠിക്കുന്നവർക്കും പിന്നെ ഒന്നും വിഷമിക്കണ്ട. UPSCയുടെ മെയിൻസ് എഴുതിയാൽ അവിടെ KS ഉണ്ട്. KSന്റെ ഒരു അഭാവം അല്ലെങ്കിൽ KS കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഡിഗ്രി ലെവൽ എക്സാംസ് ഉണ്ട്, എല്ലാ വർഷവും വരെയല്ലേ. അപ്പോൾ ജോലി എന്നുള്ളത് വളരെയധികം കഷ്ടപ്പെടുന്നവർക്ക് ഇപ്പോൾ നേടിയെടുക്കാൻ പറ്റും. എല്ലാവർക്കും പറ്റുമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കഷ്ടപ്പെടുന്നവർക്ക് പറ്റും, തീർച്ചയായിട്ടും പറ്റും. വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് പറ്റും, കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് പറ്റും. അതുകൊണ്ട് ഇന്റഗ്രേറ്റഡ് ഹോളിസ്റ്റിക് അപ്രോച്ച് പറ്റും. പക്ഷെ അത് അത്തരം കാര്യങ്ങളായിരിക്കണമെന്നേ ഉള്ളൂ. ഒരു കാരണവശാലും SSCയും പോയിട്ട് വേറെ എന്തെങ്കിലും PSCയുടെ മറ്റൊരു എക്സാം നോക്കരുത്. ബാങ്കിങ്ങും കേരള PSCയുടെ ഒരുമിച്ച് വെക്കാൻ നോക്കരുത്. അതെ, അങ്ങനെ നോക്കുന്നവരും ചിലപ്പോൾ ഉണ്ടാവും. നമ്മൾ ഈ പറയുന്നത് അവർക്ക് ഡീമോട്ടിവേഷൻ ആവരുത്. പക്ഷെ അത് എന്നെ സംബന്ധിച്ച് എന്റെ കാര്യം പറയല്ലോ, ഞാൻ അങ്ങനെ സിലബസിന്റെ കോണ്ടെക്സ്റ്റിൽ മാത്രം നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ല അവരുടെ ആഗ്രഹങ്ങളുടെ കോണ്ടെക്സ്റ്റിലല്ല. ഒരുമിച്ച് ചേർത്ത് വെക്കാൻ പറ്റുന്ന സിലബസും വലിയ വ്യത്യാസങ്ങൾ ഇല്ലാത്ത സിലബസും ആണെങ്കിലാണ് നമുക്ക് ഒറ്റ അടിക്കുക ഒരു ഹോളിസ്റ്റിക് ആയിട്ട് പിടിക്കാൻ പറ്റുക. ഇപ്പൊ എനിക്ക് 2 ദിവസം മുന്നേ എനിക്കറിയാം, എൻ്റെ ഒരു കൂട്ടുകാരിയുടെ ചേച്ചിയെ കണ്ടിരുന്നു. അപ്പൊ അവര് LD ക്ലർക്ക് ട്രിവാൻഡ്രം 50ാം റാങ്കും അതേ ആ ഒരു ടൈമിൽ തന്നെ SSC പോസ്റ്റൽ അസിസ്റ്റന്റും കിട്ടി. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യര് നമുക്കിടയിലുണ്ട്. അപ്പൊ എല്ലാവർക്കും ഇത് പോസിബിൾ ആണോ എന്നറിയില്ല, പക്ഷെ അങ്ങനെയും പറ്റുന്നവരുണ്ട്. ചിലപ്പോൾ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ബാങ്കിങ്ങും PSCയുടെ ഒരു ഡിഗ്രി ലെവലും പഠിക്കുന്നവരുണ്ടാവും. അങ്ങനെയുണ്ട് സാർ. അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ എനിക്ക് കുറച്ച് കൂടി പേഴ്സണലി പറയണമെന്നുണ്ട്. ഈ ഫോൾസ് ക്ലെയിംസ് ഒക്കെ വരുന്നത് സാർ, ഞാൻ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. ഒരുപക്ഷെ തിരുവനന്തപുരത്ത് തന്നെ ഒരു വിദ്യാർത്ഥിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ എക്സ്പോഷർ കിട്ടിയ ഒരാളാണ്. അത് PCM കോഴ്സ് തന്നെ എനിക്ക്, കാരണം ഞാൻ പറഞ്ഞല്ലോ സാർ, സ്കോളർഷിപ്പ് കിട്ടുക എന്നുള്ളത് തന്നെയാണ് അടിസ്ഥാനപരമായിട്ടുള്ള ധർമ്മം. അപ്പോൾ എന്നോട് ഒരാൾ ഇങ്ങനെ ചോദിക്കുകയാണ് എവിടെയാണ് പഠിച്ചത് എന്ന്. ഇതിനോടൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻ വന്നു. അപ്പോൾ എനിക്കൊരു ഒറ്റ ആൻസർ പറയാൻ പറ്റില്ല. പക്ഷെ മെന്റർഷിപ്പ് എന്നുള്ളൊരു ആംഗിൾ വരുമ്പോൾ അത് ഇവിടെ മാത്രമേ എനിക്ക് 90% ഇവിടെ തന്നെയാണ്. അതെ, 10% വേറെ സ്ഥാപനങ്ങൾ നമ്മൾ ചെയ്യുമല്ലോ. അപ്പോൾ 100% എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഫോൾസ് ക്ലെയിംസിനെ നമ്മൾ പ്രതിരോധിക്കേണ്ടത് ഈ പറയുന്ന ആസ്പിറന്റും പാരൻസും നിങ്ങൾ അവിടെ കറക്റ്റായിട്ട് അന്വേഷിക്കുക എന്ത് കോഴ്സാണ് ഈ ഉദ്യോഗാർത്ഥി എടുത്തിരിക്കുന്നത്. ഒരുപാട് അക്കാഡമീസ് ഇതിനോടകം തന്നെ കോഴ്സിൻ്റെ ഇത് വെച്ചിട്ടുണ്ട്, പക്ഷെ അവർ ആ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് വയ്ക്കുന്നില്ല. അപ്പോൾ അതിൽ എനിക്കും വിഷമമുണ്ട്. ഞാൻ ഈ കഴിഞ്ഞൊരു 3-4 ദിവസമായിട്ട് അത്യാവശ്യം നല്ല തിരക്കിലായിപ്പോയി. ഇതിലൊന്നും ഞാൻ ഇപ്പോഴൊക്കെയാണ് ഇത് അറിയുന്നത് ഇങ്ങനെ വരുന്ന കാര്യം. അപ്പോൾ എനിക്കതൊരു ഷോക്കായിരുന്നു. അല്ല, ഇത് എല്ലാ വർഷവും സംഭവിക്കുന്നതാണ്. ഇപ്പൊ കഴിഞ്ഞ വർഷം എനിക്ക് തോന്നി മലയാളം ഓപ്ഷനിലെ ഒക്കെ കേസിൽ ഇങ്ങനെ ഭയങ്കര കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഇൻസ്റ്റിറ്റ്യൂഷനും ജയിച്ചവരും അല്ല ഇതിനകത്ത് മെയിൻ.
ഇത് അടുത്ത തലമുറയുടെ കേസിൽ മാത്രമാണ്. കാര്യം ഇൻസ്റ്റിറ്റ്യൂഷനും ജയിച്ച പിള്ളേരും തമ്മിൽ പെട്ടെന്ന് അത് സെറ്റ് ആവും. അവിടെ ഒരു പ്രശ്നമില്ല. ഇപ്പൊ ദേവനാരായണനും ഈ ഒരു കറസ്പോണ്ടിങ് ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ടൊന്നും പ്രശ്നം വരാനില്ല. പക്ഷെ ഒരു അടുത്ത ഒരു ജനറേഷനെ മിസ്ലീഡ് ചെയ്യുന്നതിന്റെ ഒരു ഉത്തരവാദിത്വം ദേവനാരായണനോ അല്ല ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ല ഞാനോ എടുക്കുന്നിടത്ത് മാത്രമേ ഇതിനകത്തൊരു തെറ്റായ ഒരു സാധനമുള്ളൂ. അല്ലെങ്കിൽ എവരിത്തിങ് ഈസ് ഫൈൻ. എനിക്ക് പാരന്റ്സിനോടാണ് കുറച്ചും കൂടി പറയാനുള്ളത്. കാരണം അവരാണ് ഇതിനു വേണ്ടി അവരുടെ സേവിങ്സ് മാറ്റി. നിങ്ങൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇപ്പൊ ഞാൻ എൻ്റെ ഒരു ആഡ് കണ്ടിട്ടാണ് അവർ വരുന്നതെങ്കിൽ ദയവ് ചെയ്ത് അവിടെ കോൺടാക്ട് ചെയ്യുക. അവിടെ കോൺടാക്ട് ചെയ്ത് ഞാൻ എന്ത് കോഴ്സാണ് അവിടെ പഠിച്ചതെന്ന് അന്വേഷിക്കുക. ഇനി അവിടെ നിന്നൊരു ഡീറ്റെയിൽസ് കിട്ടില്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഒരുപാട് പേര് ഇതിനോട് അയക്കുന്നുണ്ട്. ഞാൻ എല്ലാവരോടും പറയുന്നുണ്ട്. എന്നോട് പറയുന്നത് ശരിക്കും എവിടെയാണ് പഠിച്ചത് എന്നാണ്, എന്താണ് പഠിച്ചത്, അവിടെയും കണ്ടു ഇവിടെയും, പിന്നെ കുമ്പടി എന്നൊക്കെ കമന്റ് ഒരുപാട് കണ്ടു. അപ്പോൾ അവർക്ക് ഞാൻ പരമാവധി പേഴ്സണലി റിപ്ലൈ കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിനു വേണ്ടി ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു ആൻസർ കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ്. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അത് ഇടണമെന്ന് ആഗ്രഹമുണ്ട്, ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പോൾ ഫോൾസ് ക്ലെയിംസിനെ പരമാവധി തടയുക, അതാണ് എനിക്ക് പറയാനുള്ളത്. കറക്റ്റായിട്ടൊരു അക്കാഡമി നമ്മൾ ഇത് വയ്ക്കുന്നെങ്കിൽ അവർക്ക് അതിൽ ഇപ്പോൾ റീസെന്റ് സുപ്രീം കോർട്ടിന് എന്തോ ഒരു ജഡ്ജ്മെന്റ് ഉണ്ടായിരുന്നു. അഡ്വർടൈസിംഗ് സ്റ്റാൻഡേർഡ്സിന്റെ ഒക്കെ ഉണ്ട്. കാര്യം ഇപ്പം ഡൽഹിയിൽ ഇപ്പം ദൃഷ്ടി IAS എന്ന് പറയുന്ന ഒരു സ്ഥാപനം, അവർക്കൊരു ഫൈൻ വന്നു. ദൃഷ്ടിക്കും വിഷ്ണു വന്നു, രണ്ടുപേർക്കും ഫൈൻ വന്നു. പക്ഷെ ഇതിനകത്ത് ഒരു കോമഡി എന്ന് പറഞ്ഞാൽ ദൃഷ്ടി IAS എന്ന് പറഞ്ഞാൽ ഒരു വർഷം 400 കോടി അടുത്ത് സെയിൽസ് നടത്തുന്ന ഒരു സ്ഥാപനമാണ്. അവർക്ക് വന്ന ഫൈൻ ആയിട്ട് 10 ലക്ഷം രൂപയാണ്. മനസ്സിലായോ? അപ്പൊ ഇതൊരു ഡിറ്ററന്റ് അല്ല. മനസ്സിലായി? അതുകൊണ്ടാണ് ഈ സ്ഥാപനങ്ങൾ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഇത് പണ്ടേ ഇത് ചെയ്ത് നിർത്തിയേനെ. ഇപ്പൊ എനിക്ക് iLearn തന്നെയാണ് തോന്നുന്നത് ഈ കാര്യത്തിൽ. അല്ലേഷൻ, അതായത് കേരളത്തിലെ റിസൾട്ട് വരുമ്പോൾ പ്രോഗ്രാമിന്റെ പേര് മെൻഷൻ ചെയ്യുന്ന ഒരു പ്രവണത എനിക്ക് പണ്ടും നിഖിൽ ഇത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം നിഖിലിന് അന്നോട്ടേ ഈ കോമ്പറ്റീഷൻ ആണല്ലോ, വേറെ സ്ഥാപനങ്ങളുണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ മഴയത്ത് കയറി നിൽക്കുന്നവരുടെയും ക്ലെയിം ചെയ്യും, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ഇന്റർവ്യൂ ഗൈഡൻസ് കൊടുത്ത് ക്ലെയിം ചെയ്യും. അപ്പോഴും നിഖിലൊക്കെ പറയുന്നത്, ഞാൻ ആ സമയത്ത് ട്രിവാൻഡ്രത്തുള്ള സമയമാണ്. അപ്പൊ നിഖിൽ നമുക്ക് നമ്മുടെ എന്താണ് അവൻ ഇന്റർവ്യൂ മാത്രം എടുത്തെങ്കിൽ ഇന്റർവ്യൂ IGP എന്ന് വെക്കുക, പ്രിലിംസ് ഉണ്ട്, പ്രിലിംസും മെയിൻസും ഇവിടെ PCM ഉണ്ടെങ്കിൽ PCM എന്ന് വെക്കുക. അങ്ങനെ ഒരു സാധനം ഞാൻ കണ്ടിട്ടുണ്ട്. വേറെ ആരും അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടില്ല. ചിലര് തുടക്കത്തിൽ അവർക്ക് റിസൾട്ട് ഇല്ലാഞ്ഞപ്പോ അവർ ഫുൾ ക്ലെയിം ചെയ്യും. നന്നായിട്ട് റിസൾട്ട് ഇച്ചിരി വലുതായി കഴിയുമ്പോൾ കുറെ റിസൾട്ട് വരുമല്ലോ, കുറെ പിള്ളേർ വന്ന് കഴിയുമ്പോൾ കുറച്ച് റിസൾട്ട് ഓട്ടോമാറ്റിക്കലി വരും 3-4 വർഷം കഴിയുമ്പോൾ. അപ്പോൾ ഒരു പതിയെ ഇത് മാറിയ പ്രവണതയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനിതൊരു 10-15 വർഷമായിട്ട് ട്രിവാൻഡ്രം മാർക്കറ്റിനെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്നതാണ്. അപ്പം iLearn അങ്ങനെ ചെയ്യുന്നത് എനിക്ക് നല്ലൊരു പേഴ്സണലി, നിഖിൽ തന്നെ പേഴ്സണലി, നിഖിലും ടീച്ചറൊക്കെ പുഷ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഏത് കോഴ്സ് എടുത്തു, ഇറ്റ്സ് എ വെരി ഈസി മെക്കാനിസം അല്ലേ. ഞാനിത് ആലോചിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇത് ചെയ്യുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സ്ഥാപനത്തിന് വേണം ചെയ്യാം. ഒരു ടോപ്പറെ വിളിച്ച് അന്വേഷിക്കാന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇപ്പം ദേവനാരായണ സർവീസ് കിട്ടി, ഇപ്പൊ നിങ്ങൾ KAS കിട്ടി, അല്ല ഇപ്പൊ ഈ വർഷം വരുന്ന UPSC ആണെങ്കിൽ സർവീസ് കിട്ടിക്കഴിയുമ്പോൾ ഇവരെവിടാണ് പഠിച്ചത് നമ്മളൊരു എക്സൽ ഷീറ്റ് ഷെയർ ചെയ്ത്, ഓക്കെ ഞാൻ പ്രിലിംസ് ഇവിടെ പഠിച്ചു, മെയിൻസ് ഇവിടെ പഠിച്ചു, മെന്റർഷിപ്പ് പിന്നെ ആളുടെ എടുത്തു. അറ്റ്ലീസ്റ്റ് നാളെ ഒരു സ്റ്റുഡന്റിനാണെങ്കിലും ഈ സർവീസ് എടുക്കാൻ ആരുടെ അടുത്ത് പോകാമെന്നെങ്കിലും കറക്റ്റ് ആയിട്ട് കിട്ടും. അത് സാർ, അതെനിക്ക് ഇങ്ങനെ ഇപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങനെ ഞാൻ ചെയ്യണമായിരുന്നു. ഈ 4 ദിവസത്തിന് മുന്നേ തന്നെ ചെയ്യണമായിരുന്നു. ചെറിയൊരു ഇതായിട്ട് ഇതിനകത്ത് വന്ന് ഭവിച്ചാണ്. റിസൾട്ട് വന്നു, രാവിലെ എന്ന് പറയുമ്പോൾ ഞാൻ രാത്രിയാണ് പഠിക്കുന്നത്. അതിനുശേഷം ഒരു ഉച്ച കഴിഞ്ഞ് ഉറക്കം എഴുന്നേറ്റു, ഭക്ഷണം കഴിച്ചു, പോയി ക്ലാസ് കണ്ടു തുടങ്ങിയപ്പോൾ റിസൾട്ട് വരുന്നു. ഇത് എനിക്ക് ഓർമ്മയുള്ളൂ. ഇപ്പൊ ഞാൻ ഇരിക്കുന്നത് ഇവിടെയാണ്. ഇതിന്റെ ഇടയിൽ സംഭവിച്ച ഒന്ന് ഞാൻ അറിയുന്നില്ല. അപ്പൊ ഞാൻ ഇപ്പോ ഇങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ ഏതൊക്കെയാണ് കോഴ്സ് എടുത്തത്. പക്ഷെ അതിൽ തന്നെ PCM ഒരു 4-5 അക്കാഡമീസിന്റെ വെക്കാനുണ്ട്. അപ്പൊ ഇതെല്ലാം ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, എവിടെയാണ്, എല്ലാം ചെയ്ത് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഇടുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ആഡ് കണ്ടിട്ടാണ് ഒരു അക്കാഡമിയിൽ ജോയിൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ ഇത് നോക്കിയിട്ട് അല്ലെങ്കിൽ ഫോൺ വിളിക്കാം, അതല്ല എങ്ങനെയാണെങ്കിലും കോൺടാക്ട് ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഫോൾസ് ക്ലെയിംസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ പ്രശ്നമാണ്. എത്രയോ പാരൻസിന്റെ കഷ്ടപ്പാടിന്റെ റിസൾട്ട്സ് അവിടെ വേസ്റ്റ് ആവുകയാണ്. ഒരുപാട് ഇതിനോടകം തന്നെ സാർ നേരിട്ട് കണ്ടിട്ടുണ്ട്, വരുന്നു, നടക്കുന്നില്ല, പിന്നെ അവിടെ റീഫണ്ട് അങ്ങനെ സ്കീമൊന്നും ഇല്ല. കാരണം അത് വ്യക്തമായി അവർ എഴുതിയാണ് അക്കാഡമിക്സ്. ഇതിനകത്ത് വേറൊരു കാര്യം, ഒന്ന് പുതിയ ജനറേഷനിലെ സ്റ്റുഡൻസ് വരുമ്പോൾ മിസ്ലീഡ് ആയി പോകുന്നു. രണ്ടാമത്തെ കാര്യം, എനിക്കിപ്പോൾ ഈ ഒരു ഇടയ്ക്ക് ഇപ്പം ഈ അശ്വതി എന്ന് പറയുന്ന ദേവനാരായണ മെൻറ്ററുടെ ഒരു കേസ്, അപ്പം അശ്വതിക്ക് ഭയങ്കര ഒരു ഇമോഷണലി ഒരു സങ്കടം. അതായത് ദേവനാരായണ സീനിലില്ല, യു ആർ നോട്ട് പാർട്ട് ഓഫ് ദ തിങ്. ബട്ട് ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇങ്ങനെ ക്ലെയിം ചെയ്തപ്പോൾ അശ്വതി ഒത്തിരി എഫേർട്ട് ഇട്ടു എന്നിങ്ങനെ നിഖിലും എന്നോട് പറയുന്നുണ്ട്. അപ്പം അശ്വതി ആലോചിക്കുന്നത്, ഞാൻ എന്തിനു വേണ്ടിയാണ്, കാര്യം ഇവർക്ക് ആകെപ്പാടെ എന്താണ്, ഒരു മെൻറ്റർ മറ്റേ ലക്ഷക്കണക്കിന് രൂപ ശമ്പളമുള്ള ആൾക്കാരല്ല, അവർക്ക് കിട്ടാഞ്ഞ അടുത്ത തലമുറയ്ക്ക് കൊടുക്കുക. അതാണ് UPSCക്കകത്ത് മെന്റർഷിപ്പും ടീച്ചേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന സാധനം. അതാണ്. നമുക്കോ ഇതാരും പറഞ്ഞു തന്നില്ല,
നമുക്ക് പറ്റുന്നത് അടുത്തൊരു ഇത് കാര്യം എന്നെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പൊ ആ ഒരു സ്പിരിറ്റിലാണ്. അശ്വതി പുറത്തൊന്നും ആണെന്ന് തോന്നുന്നല്ലേ, ഇന്ത്യ പോലും ഇല്ല, ഇന്റർനാഷണലി ഇരുന്നാണ് ദേവനാരായണനെ സപ്പോർട്ട് ചെയ്യുന്നത്. അത് എനിക്ക് പേഴ്സണലി വിഷമമായിട്ടുള്ള അതെ. അപ്പൊ ഞാനിത് കണ്ടപ്പോഴത്തേക്ക് അപ്പം എനിക്കിത് ടോട്ടലി കോൺടാക്ട് ഇല്ലാന്നുകൊണ്ട് എനിക്കിതിന്റെ ഫുൾ ഒരു ഇമോഷൻ മനസ്സിലായില്ല. അപ്പൊ നിഖിൽ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ആ കുട്ടിയുടെ ഭാഗത്തും ശരിയുണ്ട്. കാര്യം ഇത്രോ എഫേർട്ട് ഇട്ട് നമ്മൾ ഒരാളുടെ മുകളിൽ ഇങ്ങനെ എഫേർട്ട് ഇടുവാണല്ലോ, അവൻ ചെയ്യാൻ ചാൻസ് ഉള്ള ഓരോ തെറ്റും തിരുത്തി കൊടുക്കുന്നു, അവൻ അടുത്തൊരു ലെവലിൽ നന്നായി പോകാൻ അശ്വതിക്ക് അറിയാവുന്ന ഏറ്റവും നല്ല മെന്ററിനെയിൽ ഏൽപ്പിക്കുന്നു. അല്ല ഒരു പേരന്റ് ഒക്കെ കാണിക്കുന്ന ഒരു ഉത്തരവാദിത്തമാണല്ലോ. അങ്ങനെ ചെയ്ത ആള് അവസാനം ഈ പിക്ചറിലൊന്നും ഇല്ല, മനസ്സിലായി. വേറെ ആരൊക്കെയോ റിസൾട്ട് അവിടെ വന്നു, ഇവിടെ വന്നു, അവിടെ പോയി, അവിടെ അവനെ കണ്ടവരുണ്ട്, ഇവിടെ അവനെ കണ്ടവരുണ്ട് എന്നൊക്കെ പറഞ്ഞ്. അപ്പം ഈ രണ്ട് കാറ്റഗറി ആൾക്കാരോട് എനിക്ക് ഇതിനകത്തോടെ ഒരു സഹതാപമുള്ളൂ. ഒന്ന്, അടുത്ത ജനറേഷനിൽ ജോയിൻ ചെയ്യാൻ വരുന്ന സ്റ്റുഡൻസ്, പിന്നെ നിങ്ങളുടെ വിജയത്തിന്റെ പിന്നിൽ ശരിക്കും പ്രവർത്തനം എന്ന് വെച്ചാൽ വിജയത്തിന് മുമ്പ് വിജയിച്ചു കഴിയുമ്പോൾ പിന്നെ ഒത്തിരി ആൾക്കാരുണ്ട്, അല്ല നമ്മൾ ഇംഗ്ലീഷിൽ ഒരു പ്രോവർബ് ഒക്കെയാണ്, അതിപ്പോഴും പറയുന്നില്ല, ബട്ട് അങ്ങനെ ഒരു സാധനം. പക്ഷെ വിജയത്തിന് മുമ്പ് പ്രവർത്തിച്ചവർക്ക് കറക്റ്റായിട്ട് എന്താണ് നമ്മൾ ആ ഒരു ഡിസേർവിങ് ഇത് കൊടുത്തില്ലെങ്കിൽ അടുത്ത ജനറേഷൻ why would the next mentor do this? അപ്പം ഐ തിങ്ക് യു ഹാവ് ഡൺ എ ഗുഡ് ജോബ് ഇൻ അത് ഒരു ക്ലാരിഫൈ ചെയ്യുന്നതിൽ. അപ്പം ഐ തിങ്ക് ഓഡിയൻസും ഇത് കാണുന്ന ഒരു ആസ്പിറൻസ് മെയിൻലി, ബാക്കി ആർക്കും ഇത് എത്രത്തോളം മീനിങ് ഫുൾ ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഐ തിങ്ക് അവർക്ക് എല്ലാവർക്കും ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. എന്റെ ഭാഗത്ത് നിന്നൊരു മിസ്റ്റേക്ക് ആണ്. ഞാൻ അങ്ങനെ ആലോചിച്ചില്ല കേട്ടോ. കാര്യം ദേവനാരായണൻ ഇത് ഫസ്റ്റ് റൗണ്ട് ഇതിപ്പോ നമ്മളൊക്കെ പല റൗണ്ട് ഇതിനകത്തോട് കടന്നു പോയി നമ്മൾ ഈ നാടകം കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേണേ കയറുമ്പോൾ അറ്റ്ലീസ്റ്റ് വി ക്യാൻ ബി പ്രിപ്പയർഡ്. യു ഡോണ്ട് ഹാവ് എനി ഇൻഫർമേഷൻ. ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ഫസ്റ്റ് റാങ്ക് കിട്ടി, ഓവർനൈറ്റ് എന്തൊക്കെയോ ചുറ്റും നടക്കുന്നു എന്നുള്ളതല്ല. യു ആർ ജസ്റ്റ് ഇൻ ദ മിഡിൽ ഓഫ് എ സ്റ്റോം. യു കുഡന്റ് ഹാവ് പ്രെഡിക്റ്റഡ് ദിസ്. അപ്പൊ അത് നമ്മുടെ എല്ലാവരുടെയും ഒരു അണ്ടർസ്റ്റാൻഡിങ് അങ്ങനെ തന്നെയാണ്. സോ ഐ തിങ്ക് അത് പോട്ടെ, അത് ആ ഒരു വഴിക്ക് പോട്ടെ. ബട്ട് ഐ തിങ്ക് യു ഹാവ് ക്ലാരിഫൈഡ് ഒരു ആസ്പിറന്റിന് വേണ്ട എല്ലാ ഇൻഫർമേഷനും. ദേവനാരായണൻ ആരൊക്കെയോ ഇതൊന്നും കാശ് കൊടുത്ത് കിട്ടിയല്ല, എല്ലാവരും ഇങ്ങനെ യൂട്യൂബ് വീഡിയോ ഒക്കെ കണ്ട് പഠിച്ചെടുത്താണ്. നമ്മൾ ഈ അമേരിക്കയിലൊക്കെ പറയും പേ ഇറ്റ് ഫോർവേഡ് എന്ന് പറയും. നമ്മൾ അടുത്ത തലമുറയ്ക്ക് വേണ്ടി കൊടുക്കുന്നു. കഴിഞ്ഞ അവരാരോ നമുക്ക് തന്നു, നമ്മൾ അടുത്ത തലമുറയ്ക്ക് കൊടുക്കുന്നു, അല്ലാതെ നമ്മൾ ഒരു കാശ് മേടിച്ചിട്ട് കൊടുക്കുന്ന ഒരു നോളജ് അല്ല. സോ യു ഹാവ് ഡൺ ദാറ്റ് and I think we at iLearn are immensely proud of your achievement at this point. And we think you have made extremely smart choices and that have landed you where you are. ഇതുകൊണ്ട് തീരുന്നില്ല എന്നുള്ളതാണ് കാര്യം. ഇന്ന് വന്നപ്പോഴും നിഖിലും കഴിഞ്ഞ ദിവസമൊക്കെ ടീച്ചർ എന്നോട് പറഞ്ഞാണ്, അവനോട് പറയണം, എപ്പോൾ കണ്ടാലും പറയണം UPSC വിടലെന്ന് പറയണം. ഹി ഹാസ് ദ പൊട്ടൻഷ്യൽ, ഹി ഹാസ് എ ഡ്രൈവ് ഫോർ ഇറ്റ്. പൊട്ടൻഷ്യൽ മാത്രമല്ല ഡ്രൈവ് ഉണ്ടെന്നുള്ള അവർ പറയുന്ന ഒരു കാര്യമാണ്. അപ്പം വി ഹോപ്പ് ടു സീ യു ഇൻ ദ UPSC റാങ്ക് ലിസ്റ്റ് ഓൾസോ ഇമ്മീഡിയറ്റ്ലി നെക്സ്റ്റ് ഇയർ ഉണ്ട്. അപ്പം മീൻവെയിൽ ഒരു നല്ലൊരു KS ഓഫീസർ ആവട്ടെ. കേരളത്തിലൊരു ഒരു വളരെ എന്താണ് ഇപ്പം നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞു, ഇപ്പം കേരളത്തിലെ പല കളക്ടർമാരും ഐലൻ സ്റ്റുഡൻസ് ആണ്. അപ്പോൾ അതുപോലൊരു നല്ലൊരു എക്സംപ്ലറി ഓഫീസർ ആവട്ടെ. അതിനുള്ള എല്ലാ ഭാവങ്ങളും നേരുന്നു. ഓക്കെ, താങ്ക് യു. താങ്ക് യു സാർ.